നമസ്കാരം. ന്യൂസ് മലയാളത്തിന്റെ പ്രതിദിന സംവാദ പരിപാടിയായ ഫയറിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ളയെ വജ്രായുധമാക്കി നിയമസഭയ്ക്ക് അകത്തും പുറത്തും പോർമുഖം തുറന്ന പ്രതിപക്ഷത്തിന് ഇന്ന് നിർണായക ദിവസമായിരുന്നു. കുറ്റപത്രം വൈകിപ്പിച്ച് പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം കിട്ടാൻ സൗകര്യമൊരുക്കി എന്ന പ്രതിപക്ഷ ആരോപണം ഹൈക്കോടതി നിരീക്ഷണങ്ങൾക്ക് മുന്നിൽ പക്ഷേ നിഷ്പ്രഭമായി. അതിസങ്കീർണമായ കേസിൽ കണ്ണികൾ കോർത്തെടുക്കാൻ സ്വാഭാവികമായി സമയമെടുക്കുമെന്ന് ദേവസ്വം ബെഞ്ച് പറഞ്ഞു. ജസ്റ്റിസ് ബദറുദ്ദീന്റെ സിംഗിൾ ബെഞ്ച് ഉയർത്തിയ വിമർശനങ്ങൾക്കുള്ള മറുപടി കൂടിയായിരുന്നു ഡിവിഷൻ ബെഞ്ചിന്റെ നിരീക്ഷണം. ഇന്ന് നിയമസഭയിൽ പ്രക്ഷുബ്ധ രംഗങ്ങൾ സൃഷ്ടിച്ച പ്രതിപക്ഷത്തെ നേരിടാൻ വി.ഡി. സതീശനെ ഉന്നം വെച്ച് ആക്രമിക്കുകയാണ് ഭരണപക്ഷം സ്വീകരിച്ച തന്ത്രം. ആ യുദ്ധക്കളത്തിൽ സതീശൻ ഏറെക്കുറെ ഏകനായിരുന്നു എന്ന സംശയം കൂടി തോന്നുന്ന നിലയ്ക്കായിരുന്നു സംഭവങ്ങൾ. ഈ സാഹചര്യത്തിൽ ഫയർ ചർച്ച ചെയ്യുന്നു. പ്രതിപക്ഷ ആരോപണത്തിന്റെ മുനയൊടിച്ചോ ഹൈക്കോടതി? ഇന്ന് ന്യൂസ് മലയാളം വിവിധ സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ ഓഡിയൻസ് പോളായി ഉന്നയിച്ച ചോദ്യം ഇതാണ്: സ്വർണ്ണക്കൊള്ള കേസിലെ ഹൈക്കോടതി നിരീക്ഷണത്തോടെ പ്രതിപക്ഷ വിമർശനത്തിന്റെ മുനയൊടിഞ്ഞോ? ഈ ചർച്ചയുടെ തുടക്കത്തിൽ ഇതുവരെ പ്രേക്ഷകർ രേഖപ്പെടുത്തിയ അഭിപ്രായം ക്രോഡീകരിക്കുമ്പോൾ പ്രേക്ഷക വിധി ഇങ്ങനെയാണ്. പ്രതിപക്ഷ വിമർശനത്തിന്റെ മുനയൊടിഞ്ഞെന്ന് ഇതുവരെ അഭിപ്രായം പറഞ്ഞത് 56% പേരാണ്. 42% പക്ഷേ മറിച്ചാണ് അഭിപ്രായം. 2% പേർക്ക് അഭിപ്രായമില്ല. ന്യൂസ് മലയാളം ലൈവ് സ്ട്രീമിംഗിന്റെ താഴെ പ്രേക്ഷകർക്ക് ഇപ്പോഴും അഭിപ്രായം രേഖപ്പെടുത്താം. ചർച്ചയ്ക്കൊടുവിൽ ആ സമയത്തെ പ്രേക്ഷക വിധി വീണ്ടും ടെലിവിഷൻ സ്ക്രീനിൽ തെളിയും. ഇനി നമുക്ക് ചർച്ചയിലേക്ക് കിടക്കാം. മന്ത്രി എം.ബി. രാജേഷാണ് CPIM-നെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഈ ചർച്ചയിൽ പങ്കെടുക്കുക. അദ്ദേഹം അല്പസമയത്തിനകം ചർച്ചയിലേക്ക് എത്തിച്ചേരും. കോൺഗ്രസിന്റെ പ്രതിനിധിയായി KP നൌഷാദ് അലിയാണ്. BJP-യുടെ പ്രതിനിധിയായി ജിതിൻ ദേവനുമാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുക. ശ്രീ KP നൌഷാദ് അലി, ഇപ്പോ തുടർച്ചയായി നിയമസഭയിൽ ശക്തമായ നിലപാട് സ്വീകരിക്കുകയാണ് പ്രതിപക്ഷം. ഈ ഒരൊറ്റ വിഷയം ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിപക്ഷത്തിന്റെ പോരാട്ടമെല്ലാം. പക്ഷെ അവിടെ ഒരു ചർച്ചയ്ക്ക് തയ്യാറാവുകയല്ല. ഈ വിഷയം ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണോപാധിയായി കണ്ടുകൊണ്ട് ആ നിലയ്ക്ക് നീട്ടിക്കൊണ്ടുപോവുകയാണ്, ബഹളമുണ്ടാക്കുകയാണ് പ്രതിപക്ഷം എന്നതായിരുന്നു ഭരണപക്ഷത്തിന്റെ നിലപാട്. ഇന്നിപ്പോ പൊതുവെ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്, ഞങ്ങൾ മാധ്യമങ്ങളടക്കം പ്രതീക്ഷിച്ചിരുന്നത്, ഈ 90 ദിവസം കഴിഞ്ഞ സാഹചര്യത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അടക്കം സ്വാഭാവിക ജാമ്യം അനുവദിക്കുന്ന സാഹചര്യം ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ അതൊരു വലിയ വീഴ്ചയായിരിക്കും സർക്കാരിൻ്റേത് എന്നാണ്. പക്ഷെ കോടതി ഇന്നിപ്പോൾ പറയുകയാണ്, ഇത്തരം സങ്കീർണമായ കേസുകളിൽ ഈ മട്ടിലൊക്കെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകൂ. ആ നിലയ്ക്ക് ജാമ്യം ലഭിക്കുന്നതിനെ ഒന്നും അങ്ങനെ സംശയത്തോടെ കാണേണ്ടതില്ല എന്ന്. ആ നിലയ്ക്ക് നോക്കിയാൽ കോടതിയുടെ നിരീക്ഷണത്തോടെ പ്രതിപക്ഷത്തിന്റെ ആക്രമണത്തിന്റെ മുനയൊടിഞ്ഞോ? ഇവിടെ ഹർഷൻ, കോടതിയുടെ ഇത്തരമൊരു നിരീക്ഷണം ഈ ജാമ്യം ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട്, കുറ്റപത്രം ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു വിഷയത്തിൽ ഉയർന്നതുമായി ചേർത്ത് വെച്ചുകൊണ്ട് ഇത്രയേറെ ഗൗരവതരമായ ഒരു വിഷയത്തെ നമ്മൾ ഉപസംഹരിക്കുന്നത് അത് വളരെ നിർഭാഗ്യകരമാണ്. അത് കേരളത്തിലെ ജനങ്ങളും അയ്യപ്പ ഭക്തന്മാരും മതവിശ്വാസികളും ഒക്കെ ഉൾക്കൊള്ളുമെന്ന് തോന്നുന്നു എങ്കിൽ അതൊരു മഠയത്തരമാണ് എന്ന് അടിവരയിടുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷം ബഹളമുണ്ടാക്കി പിരിയുക എന്ന ഒരു ഭരണപക്ഷത്തിൻ്റെ ആരോപണം, അതിലെന്ത് കഴമ്പാണുള്ളത് എന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിനോടകം അനാവൃതമായ നിരവധിയായ വസ്തുതകളും സത്യങ്ങളും കോടതി നിരീക്ഷണങ്ങളും അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് നിലവിൽ അറസ്റ്റിലായി ജയിലിൽ കിടക്കുന്ന ആളുകളുടെ പശ്ചാത്തലവും, ഇങ്ങനെ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ ഒരു കൃത്യമായ ധാരണയുണ്ട്. ആ ധാരണയെ അട്ടിമറിക്കാൻ ഇങ്ങനെ ഒരു ജാമ്യം ലഭിക്കുന്ന വിഷയങ്ങളിൽ, അല്ലെങ്കിൽ ഒരു കുറ്റപത്രം വൈകുന്ന ഒരു വിഷയങ്ങളിൽ, അല്ലെങ്കിൽ കോടതി കുറ്റപത്രം നൽകാൻ ഇനിയും ഒരു സമയം അനുവദിക്കാമെന്ന കോടതിയുടെ ഒരു സൗജന്യമൊക്കെ മുൻനിർത്തി നമ്മൾ ഈ വിഷയത്തെ ലഘൂകരിച്ച് കോടതിയുടെ ഇന്നത്തെ നിലപാടുമായി ബന്ധപ്പെടുത്തി സാമാന്യവൽക്കരിച്ച് പോകുന്നതിൽ യാതൊരു അർത്ഥമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ വി.ഡി. സതീശൻ ഒറ്റക്കായിരുന്നു എന്നൊക്കെ നിങ്ങൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഇന്നത്തെ നിയമസഭാ പെർഫോമൻസ് നോക്കിയാൽ ഈ ഒറ്റക്കുള്ള വി.ഡി. സതീശൻ എന്ന നിങ്ങളുടെ വാദം അങ്ങനെ തന്നെ ഞാൻ വാദത്തിന് വേണ്ടി തന്നെ ഒന്ന് ശരിവെച്ചാൽ, അങ്ങനെ ഒരു സതീശനും ഭരണപക്ഷവും തമ്മിലുള്ളൊരു പോരാട്ടം നിങ്ങൾക്കൊന്ന് വിലയിരുത്തി നോക്കാം. ആർക്കായിരുന്നു മുൻതൂക്കം എന്നുള്ളത്? അത് സിംഹം എപ്പോഴും തനിച്ചാ വരികയുള്ളൂ. പിന്നെ കൂട്ടം കൂട്ടമായി ആര് വരുമെന്നുള്ളത് ഞാനിവിടെ പരസ്യമായിട്ട് പറയുന്നില്ല. അപ്പോൾ അതൊക്കെ അത്തരത്തിലുള്ളതാണ്. അതിനകത്തൊന്നും വേറെ യാതൊരു കാര്യങ്ങളുമില്ല. പിന്നെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ ശബരിമല വിഷയം പോലെ തന്നെ ഗൗരവതരമായ ഒരുപാട്
കൺസേണുകൾ കേരളത്തിലെ വോട്ടർമാർക്ക് മുന്നിലുണ്ട്, ജനാധിപത്യ മതേതര വിശ്വാസികൾക്ക് മുന്നിലുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇനിയൊരു LDFന്റെ തുടർഭരണം കേരളത്തിൽ വരുന്ന സാഹചര്യത്തിൽ, അല്ലെങ്കിൽ പിണറായി 3 ഒക്കെ വരുന്നൊരു ഒരു സാഹചര്യം ഉണ്ടായാൽ പിന്നെ കേരളത്തിലെ മുന്നണി രാഷ്ട്രീയം എന്നേക്കുമായിട്ട് പര്യവസാനിക്കും. പിന്നെ ഒരു മുന്നണിയായിട്ട് പോകേണ്ട ഒരു കാര്യമൊന്നും, അല്ലെങ്കിൽ ഇനിയും പ്രതിപക്ഷത്തിരുന്ന് ഒരു മുന്നണിക്ക് തുടർച്ചയായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുമെന്നൊന്നും കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾ കരുതുന്നില്ല. അത്തരത്തിൽ മുന്നണി സന്തുലിതത്വം 1970-കൾ തൊട്ടുള്ളത് തകരുമ്പോൾ പിന്നെ സംഭവിക്കുന്ന നിർഭാഗ്യവും ദൗർഭാഗ്യകരവുമായ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ വളരെ കൃത്യമായി ബോധ്യമുള്ളവരാണ് കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾ, മതേതര ബോധമുള്ള കേരളത്തിലെ വോട്ടർമാർ. അതുകൊണ്ട് തന്നെ ഇവിടെ തീർച്ചയായിട്ടും രാഷ്ട്രീയമായിട്ട് തന്നെ ഒരു മാറ്റത്തിനുള്ള സ്വാഭാവികമായ കളം കേരളത്തിൽ ഒരുങ്ങുകയാണ്. ഇതാർക്കും നിഷേധിക്കാൻ സാധിക്കാത്ത ഒരു സത്യമാണ്. അത് ഇടതു പൊതുബോധമുള്ള മനുഷ്യർ പോലും അത്തരത്തിൽ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനകളാണ് നമുക്ക് ഈ ത്രിതല തെരഞ്ഞെടുപ്പിൽ പലയിടങ്ങളിൽ നിന്നും ലഭ്യമായത്. മറ്റൊരു കാര്യം, ഈ തെരഞ്ഞെടുപ്പിൽ പിന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ശുഭോദർക്കമായ UDFനെ സംബന്ധിച്ചിടത്തോളം ഉള്ളൊരു കാര്യം, ഇത് മലബാറിൽ മാത്രമല്ല UDFന്റെ മുന്നേറ്റം ഉണ്ടായത്. അത് എറണാകുളത്തുണ്ടാകുന്നു, കോട്ടയത്തുണ്ടാകുന്നു, ഇടുക്കിയിലുണ്ടാകുന്നു, പത്തനംതിട്ടയിലുണ്ടാകുന്നു. ഇത്തരത്തിൽ വളരെ കൃത്യമായിട്ട് വോട്ടുകൾ എങ്ങനെ UDFന് അനുകൂലമായി മാറും എന്നുള്ളതിൻ്റെ ഒരു ടെസ്റ്റ് ഡോസ് നമുക്ക് മുമ്പാകെ തെളിഞ്ഞു കഴിഞ്ഞു. ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം മലബാറിലും തിരുവിതാംകൂറിലും ഒക്കെ ഇത്തരത്തിലുള്ള UDFന്റെ ഒരു പരമ്പരാഗത ശക്തിയുടെ വീണ്ടെടുപ്പാണ് ദൃശ്യമാകാൻ പോകുന്നത്. 2 തവണ അധികാരത്തിലിരുന്ന CPMന് ആവോളം ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് വാചാലമാകാതെ തന്നെ ആളുകൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഒരു പിണറായി ഞാൻ തിരിച്ചു വരാം നൗഷാദ് അലിയിലേക്ക്. MP രാജേഷ് കൂടി ഇപ്പോൾ ചേരുന്നുണ്ട്. MP രാജേഷ്, ഇപ്പോൾ ഇത് അങ്ങനെ കോടതി ഒരു നിലപാടൊക്കെ സ്വീകരിച്ചിട്ടുണ്ടാവാം. കാരണം കോടതി കുറെ കൂടി വിശാലമായ അർത്ഥത്തിൽ ആ നിലയ്ക്ക് കോടതി ഈ വിഷയങ്ങളെ നോക്കിക്കാണുന്നുണ്ടാവും. പക്ഷേ ഇവിടെ വിശ്വാസികളുടെ ഒരു പ്രശ്നമാണുള്ളത്. അതെല്ലായിടത്തും അയ്യപ്പ ഭക്തർക്ക് ഈ ആശങ്കകളെല്ലാം നിലവിലുള്ളതാണ്. ആ ഭക്തരുടെ ആശങ്കയാണ് പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിക്കുന്നത്. അതിനെ നിസ്സാരവൽക്കരിക്കുന്നത് ശരിയല്ല. കോടതി അന്വേഷണത്തെ, SITയെ ഒക്കെ തരക്കേടില്ലാത്ത അന്വേഷണമാണ് നടക്കുന്നതെന്നല്ല, മികച്ച അന്വേഷണം തന്നെയാണ് നടക്കുന്നതെന്ന മട്ടിൽ ക്ലീൻ ചിറ്റ് കൊടുത്താലും ഭക്തരുടെ ആശങ്ക പറയാൻ പ്രതിപക്ഷമാണ് ഇവിടെ ഉള്ളത്. പ്രതിപക്ഷത്തിൻ്റെ ആശങ്ക മാത്രമാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായിട്ട് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആശങ്ക മാത്രമല്ല, ആധിയുമാണ്. അതിന് ശബരിമലയുമായിട്ടോ ഭക്തരുമായിട്ടോ ഒന്നും യാതൊരു ബന്ധവുമില്ല. പ്രതിപക്ഷത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയമായ ആശങ്ക, രാഷ്ട്രീയമായ ആധി. ഈ സർക്കാരിനെതിരെ ഒരു ഗൗരവമുള്ള പ്രശ്നവും ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയാത്തതിൻ്റെ ഒരു പാപ്പരത്വം, അത് പ്രതിപക്ഷത്തെ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള ഒരു അന്വേഷണത്തിനെതിരെ ഈ കോലാഹലം കഴിഞ്ഞ കുറേ ദിവസമായിട്ട് സഭയിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ തുടക്കം മുതലേ പറഞ്ഞിരുന്നു, ഇത് പ്രതിപക്ഷത്തിൻ്റെ വിഷയദാരിദ്ര്യത്തെയാണ് കാണിക്കുന്നത് എന്ന്. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണത്തിനെതിരായ പ്രതിപക്ഷ സമരം യഥാർത്ഥത്തിൽ ഹൈക്കോടതിക്കെതിരാണ് എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്നതാണല്ലോ. ഇന്നത്തെ കേരള ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിൻ്റെ അതിരൂക്ഷവും നിശിതവുമായിട്ടുള്ള നിരീക്ഷണങ്ങൾ. ദേവസ്വം ബെഞ്ച് പറഞ്ഞതെന്താ? അന്വേഷണം ശരിയായ ദിശയിലാണ്, ഏറ്റവും വിശ്വാസയോഗ്യമായ നിലയിലാണ്. അന്വേഷണത്തിൻ്റെ വിവരങ്ങൾ, പുരോഗതി അതാത് സമയം ഞങ്ങളെ അറിയിക്കുന്നുണ്ട്. മറ്റാർക്കും ഈ വിവരങ്ങൾ ലഭ്യമല്ല, അതും കോടതി പറഞ്ഞിട്ടുണ്ട്. ഒരു വിവരവും പുറത്തു പറയാനാവില്ല. ഞങ്ങളത് സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. ഞങ്ങളതിൽ പൂർണ്ണ സംതൃപ്തരാണ്. അപ്പോൾ അസംതൃപ്തരായിട്ടുള്ളത് പ്രതിപക്ഷം മാത്രമാണ്. ഈ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന എല്ലാ കാര്യങ്ങളും അതാത് സമയം സീൽ ചെയ്ത കവറിൽ വാങ്ങുന്ന, അത് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഹൈക്കോടതി ബെഞ്ചിന് സംതൃപ്തിയാണ്, പ്രതിപക്ഷത്തിന് അസംതൃപ്തിയാണ്. ആ അസംതൃപ്തിയുടെ കാരണം രാഷ്ട്രീയമാണ്. അത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണല്ലോ. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത്രയും ദിവസം ഈ നിർണായകമായിട്ടുള്ള ബജറ്റ് സമ്മേളനം നശിപ്പിച്ചതിന് പ്രതിപക്ഷം കേരള ജനതയോട് മാപ്പ് പറയേണ്ടതാണ്. ഈ ബജറ്റ് സമ്മേളനം എന്ന് പറഞ്ഞാൽ സംസ്ഥാന ബജറ്റിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ, അതും ഒരു ആത്മവിശ്വാസക്കുറവ് പ്രതിപക്ഷത്തിനുണ്ട് കേട്ടോ.
സംസ്ഥാന ബജറ്റിനെ കുറിച്ച് എന്താണ് വിമർശനം ഉന്നയിക്കുക? ഏത് തരത്തിലാണ് ഈ ബജറ്റിനെ അംഗീകരിക്കാൻ പറ്റൂ? അവർക്ക് മധുരിച്ചു തുപ്പാനും വയ്യ, രാഷ്ട്രീയമായ കയ്പ് കൊണ്ട് ഇറക്കാനും വയ്യ എന്നതാണ് ബജറ്റിൻ്റെ സ്ഥിതി. അപ്പോൾ ബജറ്റ് ചർച്ചയിലിരുന്നാൽ അത് തങ്ങൾക്ക് ദോഷമാവും എന്നവർ മനസ്സിലാക്കി. രണ്ടാമത്തെ പ്രശ്നം, ഇതോടൊപ്പം കേന്ദ്ര ബജറ്റ് വന്നു. കേരളത്തിൻ്റെ ആകെ ഒരു പൊതുവികാരം കേന്ദ്ര ബജറ്റിനെതിരെ വന്നു. ഇടതുപക്ഷത്തെ നഖശികാന്തം എതിർക്കുന്ന മാധ്യമങ്ങൾക്ക് പോലും ഇത്രയും കാലം ഇടതുപക്ഷം പറഞ്ഞത് ശരിയാണെന്ന് സമ്മതിക്കേണ്ടി വന്നു. എല്ലാവർക്കും എഡിറ്റോറിയൽ എഴുതേണ്ടി വന്നു. കേന്ദ്ര സർക്കാർ കേരളത്തോട് സ്വീകരിക്കുന്ന ശത്രുതാപരമായ വിവേചനപരമായ സമീപനത്തിനെതിരെ. പ്രതിപക്ഷത്തിന് മറിച്ചൊരു നിലപാടെടുക്കാൻ പറ്റും നിയമസഭയിൽ. എന്നാൽ പ്രതിപക്ഷത്തിന് BJPക്കെതിരെ കേന്ദ്ര ബജറ്റിനെതിരെ പറയാനാവുമോ? അതും പറയാനാവില്ല. BJP അലോസരപ്പെടുത്തുന്ന ഒന്നും പറയരുതെന്ന് ഇവർ വാടകയ്ക്കെടുത്ത PR ഏജൻസിയുടെ നിഷ്കർഷയുണ്ടല്ലോ. കാരണം പ്രതിപക്ഷത്തിന് BJPക്കെതിരെ പറഞ്ഞാൽ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ BJPയുമായി ഉണ്ടാക്കിയിട്ടുള്ള രഹസ്യധാരണയെ ബാധിക്കും. അതുകൊണ്ട് BJP അണികളെ അലോസരപ്പെടുത്തുന്ന ഒന്നും പറയരുത് എന്ന നിഷ്കർഷയുമുണ്ട്. അപ്പോൾ ഇപ്പോൾ പിന്നെ എന്താണ് മാർഗം? ഒറ്റ മാർഗമേയുള്ളൂ, ഈ ബജറ്റ് സമ്മേളനം എങ്ങനെയെങ്കിലും അലങ്കോലമാക്കുക എന്നത് മാത്രമേ മാർഗമുള്ളൂ. അപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ രാഷ്ട്രീയമായ പാപ്പരത്വത്തിൻ്റെ, രാഷ്ട്രീയ അതിദാരിദ്ര്യത്തിൻ്റെ പ്രതിഫലനമാണ് നമ്മൾ ഈ നിയമസഭാ സമ്മേളനത്തിൽ കണ്ടിട്ടുള്ളത്. റൈറ്റ്. എന്തായാലും ഈ കാര്യത്തിൽ ഈ ബജറ്റിനെ തന്നെ പ്രതിപക്ഷം അംഗീകരിക്കുന്നില്ല. അതൊരു ഗിമ്മിക്കായിരുന്നു. കാരണം ഭരണകൂടം, സർക്കാർ മാറാൻ പോവുകയാണ്. ആ സമയത്ത് അവതരിപ്പിക്കുന്ന ബജറ്റിന്മേൽ ഇനി എന്ത് ചർച്ച എന്ന മട്ടിലാണ് അതേക്കുറിച്ച് പ്രതിപക്ഷം കാണുന്നത്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ BJPയുടെ പ്രതിനിധി കൂടി നമുക്കൊപ്പം ഉണ്ട്, ശ്രീ ജിതിൻ ദാസ്. അദ്ദേഹത്തെ കൂടി കേട്ടതിന് ശേഷം ഞാൻ വളരെ പെട്ടെന്ന് തിരിച്ചു വരാം. ശ്രീ ജിതിൻ ദാസ്, ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ, വിശ്വ ഹിന്ദു പരിഷത്ത്, തന്ത്രി സമാജം ഒക്കെയാണ് ഇക്കാര്യത്തിൽ കോടതിയിൽ കേസുമായി പോയത്, ഹർജിയുമായി പോയത്. പക്ഷേ കോടതി ഇക്കാര്യത്തിൽ അങ്ങനെ CBIയുടെ അന്വേഷണമൊന്നും വേണ്ട സാഹചര്യമില്ല. ഇവിടെ നിന്നുള്ള പോലീസുകാരൊക്കെ തന്നെയാണ് CBI ഡെപ്യൂട്ടേഷനിലൊക്കെ പോകുന്നത്. അപ്പോൾ എല്ലാ കാര്യത്തിലും ഇങ്ങനെ CBIയെ ഏൽപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ അന്വേഷണം വളരെ വൃത്തിക്കാണ് നടക്കുന്നത് എന്ന് SITക്ക് ക്ലീൻ ചിറ്റ് നൽകിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ചെന്ന് ചാടിയിരിക്കുന്ന ഒരു പ്രശ്നം ഇനി ഇതുപോലെ തെരഞ്ഞെടുപ്പ് വിഷയമായി ഉന്നയിക്കാൻ പോലുമുള്ള സാഹചര്യമില്ല. ആ മട്ടിലുള്ള കമൻറ്റുകളാണ്, ആ മട്ടിലുള്ള അനുകൂല പരാമർശങ്ങളാണ് ഇപ്പോൾ നിങ്ങളുടെ ഹർജിയിലൂടെ തന്നെ കോടതിയിൽ നിന്ന് സർക്കാരിന് കിട്ടിയിരിക്കുന്നതെന്നല്ലേ അവസ്ഥ? ഈ 2 ദിവസം മുമ്പ് വരെ കേരളത്തിലെ ഒരുപറ്റം മാധ്യമങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇവിടുത്തെ ഇടത് വലത് മുന്നണികൾ നടത്തിയൊരു ഫേക്ക് നറേറ്റീവ് ഉണ്ട്. കേരളത്തിന് എയിംസും അതിവേഗ റെയിൽപാതയും തന്നില്ല, കേരളത്തെ അവഗണിച്ചു. ആ നറേറ്റീവ് 2 ദിവസം കഴിഞ്ഞപ്പോൾ പൊളിഞ്ഞു. ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രി ബജറ്റ് കോട്ട് ചെയ്തുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. ഇതേ സാഹചര്യം തന്നെയാണ് ഈ കാര്യത്തിലും ഉണ്ടാകാൻ പോകുന്നത്. ക്ലീൻ ചീറ്റ് ഒന്നും കോടതി നൽകിയിട്ടില്ലെന്ന കാര്യം ഹർഷ ഈ നാട്ടിലെ പൊതുസമൂഹത്തിനറിയാം. കാരണം എന്താണ്, ഈ കേസ് പരിഗണിക്കപ്പെടുന്ന, അതായത് SITയെ നിയമിച്ച് ഇതിന് മേൽനോട്ടം വഹിക്കുന്ന ദേവസ്വം ബെഞ്ചിന്റെ മുമ്പാകെയാണ് ഈ CBI എൻക്വയറി ആവശ്യപ്പെട്ടിട്ടുള്ള പരാതി ചെന്നത്, കോടതിയിൽ ചെന്നത്. അപ്പൊ അവര് പറയുമോ ഞങ്ങൾ മേൽനോട്ടം കൊടുക്കുന്ന അന്വേഷണം തെറ്റാണെന്ന്? അപ്പൊ അവരെന്താ പറഞ്ഞത്? ഇതൊരു അതിസങ്കീർണമായ കേസാണ്, കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്, അതുകൊണ്ട് ദയവായി നിങ്ങൾ കുറച്ച് കാത്തിരിക്കൂ, ഇത് ഞങ്ങൾ മോണിറ്റർ ചെയ്യുന്നുണ്ടല്ലോ എന്നാണ് കോടതി പറഞ്ഞത്. ഇതെങ്ങനെയാണ് ക്ലീൻ ചീറ്റ് ആകുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഹൈക്കോടതി ക്ലീൻ ചീറ്റ് കൊടുത്തു എന്നുള്ളത് ഇന്നത്തെ CPMന്റെ ഒരു ഫേക്ക് നറേറ്റീവാണ്. ആ നറേറ്റീവിനെ ബഹുമാനപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ വാഴ്ത്തിപ്പാടാൻ തയ്യാറാകുന്നതാണ് എന്റെ ആവേശം. കേരളത്തിലെ മുഴുവൻ വിശ്വാസ സമൂഹവും ഇന്ന് കടുത്ത നിരാശയിലും വിഷമത്തിലും സങ്കടത്തിലുമാണ്. കാരണം അയ്യപ്പന്റെ മുതൽ കട്ടുകൊണ്ട് പോയി എന്നുള്ളതിനകത്ത് ആർക്കും സംശയമില്ല. മൂടോടെ കട്ടുകൊണ്ട് പോയി, മൊത്തം കട്ടുപിടിച്ചു, കൊള്ളയടിച്ചു, മറിച്ചു വിറ്റു. ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതിന്റെ അന്വേഷണം ശരിയായ ദിശയിൽ പോയി പ്രതികൾ പിടിക്കപ്പെടും എന്നുള്ളതായിരുന്നു ഈ നാട്ടിലെ ലക്ഷോപലക്ഷം വരുന്ന വിശ്വാസ സമൂഹത്തിന്റെ വിശ്വാസം. പക്ഷെ അത് തെറ്റിക്കൊണ്ടിരിക്കുകയല്ലേ. എത്ര ദിവസം ഈ ശങ്കർദാസ് ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞ നാടകം കളിച്ചു, അബോധാവസ്ഥയിലാണ്, അനങ്ങാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ ആള് ഇന്ന് 2 ദിവസം മുമ്പ് കൊല്ലത്ത് പയറുപയറ് പോലെ ഒന്ന് കോടതി ഹാജരായിട്ട് പോയി. ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന്, ഒരു സിംഗിൾ ബെഞ്ചിന്റെ ഭാഗത്തു നിന്ന് പരാമർശം ഉണ്ടായപ്പോഴല്ലേ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറായത്? ചോദ്യം ചെയ്ത പലരും ഇന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? SITയുടെ അന്വേഷണം വഴിമുട്ടി നിൽക്കുകയല്ലേ. SITക്ക് 1 ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ സാധിക്കാത്ത സാഹചര്യത്തിലല്ലേ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ശബരിമല തീവട്ടിക്കൊള്ള അന്വേഷണം അട്ടിമറിക്കപ്പെട്ടു എന്നുള്ളത് കേരളത്തിലെ പൊതുസമൂഹത്തിനും ലക്ഷക്കണക്കിന് വരുന്ന വിശ്വാസ സമൂഹത്തിനും ബോധ്യപ്പെട്ടു കഴിഞ്ഞു. ഈ 2 കൂട്ടരെയും ഇപ്പോ നിയമസഭയിൽ പൊറോട്ട നാടകം കളിക്കുന്ന ഈ 2 കൂട്ടരെയും വിശ്വാസമില്ല. കാരണം ബഹുമാനപ്പെട്ട മന്ത്രി ഉൾപ്പെടെയുള്ള ആരോപണം ഉന്നയിക്കുന്ന ശ്രീമതി സോണിയാഗാന്ധിക്കെതിരെയാണ്, ഗാന്ധി കുടുംബത്തിനെതിരെയാണ്.
നിങ്ങൾ ഈ വാളയാർ അതിർത്തി വിട്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണ് ജയ് വിളിക്കുന്നത്? നിങ്ങൾ ജയ് വിളിക്കുന്നത് ഇതേ ഗാന്ധി കുടുംബത്തിന് വേണ്ടിയിട്ടല്ലേ? നിങ്ങളുടെ SIT അല്ലേ അന്വേഷിക്കുന്നത്? എന്തുകൊണ്ട് നിങ്ങൾക്ക് ജൻപദിന്റെ വാതിൽ മുട്ടാൻ സാധിക്കുന്നില്ല? എന്തുകൊണ്ട് നിങ്ങൾക്ക് അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ സാധിക്കുന്നില്ല? എന്തുകൊണ്ട് നിങ്ങൾക്ക് ആന്റോ ആന്റണിയെ ചോദ്യം ചെയ്യാൻ സാധിക്കുന്നില്ല? നിങ്ങൾ നിയമസഭയിൽ പറയുന്നു സ്വർണം കട്ടതിനകത്ത് സ്വർണം കൊണ്ടുപോയതിനകത്ത് കോൺഗ്രസിന് പങ്കുണ്ടെന്ന്. നിങ്ങളുടെ SIT നിങ്ങളുടെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ ഹൈക്കോടതിയൊക്കെയാണ് മേൽനോട്ടം വഹിച്ചതെങ്കിൽ പോലും ഈ SIT ഞങ്ങളുടേതാണ്, ഞങ്ങൾ അതിനോട് പൂർണ്ണമായി സഹകരിക്കുകയാണ്. എന്തുകൊണ്ട് SITക്ക് ചോദ്യം ചെയ്യാൻ സാധിക്കുന്നില്ല? ഓരോ പ്രതികളും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും വലിയ തീവെട്ടിക്കൊള്ളക്കാരൻ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വാഭാവിക ജാമ്യം നേടി നാളെ പുറത്തേക്ക് പോകാൻ പോകുന്നു. 2 FIR അല്ലേ? ഒരു FIRനകത്ത് നിങ്ങൾ ബാംഗ്ലൂർ പോയി ഗോവർദ്ധന്റെ റിതം ജുവലിൽ നിന്ന് സ്വർണം റിക്കവർ ചെയ്തിട്ടില്ലേ? എന്തുകൊണ്ട് നിങ്ങൾക്ക് ആ FIRലെങ്കിലും ഒരു ഇടക്കാല റിപ്പോർട്ട് കൊടുക്കാൻ സാധിച്ചില്ല? ഈ ചോദ്യം വിശ്വാസ സമൂഹം ചോദിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ കോൺഗ്രസിന്റെ പ്രതി പറഞ്ഞ കോൺഗ്രസിന്റെ വീണ്ടെടുപ്പെന്ന്, നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യമൊന്നും അല്ല എന്ന് ബഹുമാനപ്പെട്ട പ്രതി മനസ്സിലാക്കിക്കോളും. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുന്ന സമയത്ത് ഒരു ചോദ്യം വരുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വർണം കട്ടത് ആരാപ്പ? അത് സഖാക്കളാണേ അയ്യപ്പ എന്നായിരുന്നെങ്കിൽ കട്ട സ്വർണം വാങ്ങിയത് ആരാണപ്പ? അത് കോൺഗ്രസ് ആണേ അയ്യപ്പ എന്നാണ്. ഇത് നിങ്ങൾ രണ്ടുപേരും ഈ കൂട്ടുകച്ചവടത്തിൽ പങ്കാളികളാണ്. നിങ്ങൾ ഒക്ക ചങ്ങാതിമാരാണ്. അത് കേരളത്തിന്റെ പൊതുസമൂഹം തിരിച്ചറിയുന്നു. റൈറ്റ്. എന്തായാലും ഇവിടെ മാധ്യമങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് എയിംസ് വന്നില്ല എന്നും അതിവേഗ റെയിൽ തന്നിട്ടില്ല എന്നും 2 ദിവസമായി നടത്തുന്ന ചർച്ച അത് പൊളിഞ്ഞു എന്ന് താങ്കൾ പറഞ്ഞു. പക്ഷേ ഈ നിമിഷം വരെ അത് രണ്ടും കിട്ടിയിട്ടില്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് അതെങ്ങനെയാണ് പൊളിഞ്ഞത് എന്ന് അറിയില്ല. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ നൗഷാദ് അലിയിലേക്ക് വീണ്ടും. ശ്രീ നൗഷാദ് അലി, ഈ അന്വേഷണം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നത് ദേവസ്വം ബെഞ്ചിനാണ് അറിയാവുന്നത്. ഞാൻ തിരിച്ചു വരാം. ശ്രീ നൗഷാദ് അലി, ഞാൻ MP രാജേഷിലേക്ക് പോയതിനു ശേഷം മിനിസ്റ്റർക്ക് കുറച്ച് നേരത്തെ പോകണം എന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നതെന്ന് പറയുന്നു. ഞാൻ പോയിട്ട് വളരെ പെട്ടെന്ന് താങ്കളുടെ മറുപടിയിലേക്ക് തിരിച്ചു വരാം. ശ്രീ MP രാജേഷ്, ഇപ്പോൾ ഈ കാര്യത്തിൽ എന്തുകൊണ്ടാണ് ഈ പ്രതിപക്ഷത്തെ പൂർണ്ണമായും ആ നിലയ്ക്ക്, അതായത് പ്രതിപക്ഷം അവിടെ വളരെ അഗ്രസീവായി ഒരു സംഘർഷഭരിതമായ സാഹചര്യമൊക്കെ കാഴ്ചവെക്കുന്ന തരത്തിൽ നിയമസഭയിൽ പെരുമാറുന്നുണ്ടെങ്കിൽ ആ മട്ടിൽ പ്രതിപക്ഷ നേതാവിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന തരത്തിലാണ് ഇന്നിപ്പോൾ നിങ്ങളെല്ലാവരും അടക്കം മന്ത്രിമാരടക്കം പെരുമാറിയത് എന്നതാണ് പൊതുവെ ഇത് നിരീക്ഷിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവുക. അത് ആ നിലയ്ക്ക് ആസൂത്രിതമായി നടത്തിയ ഒരു നീക്കമാണോ? നോക്കൂ, ഞങ്ങള് പ്രതിപക്ഷ നേതാവിനെ എന്നല്ല ആരെയും വളഞ്ഞിട്ട് ആക്രമിക്കുക എന്നത് ഞങ്ങളുടെ രീതിയല്ല, ഞങ്ങളത് ഉദ്ദേശിച്ചതുമില്ല. സംഭവിച്ചത് എന്താണ്? ആവർത്തിച്ച് സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്നു എന്നുള്ളത് മാത്രമല്ല, അങ്ങേയറ്റം വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യം, കല്ല് വെച്ച നുണ അത് പ്രചരിപ്പിക്കാൻ സഭാതലത്തെ ഉപയോഗിക്കുമ്പോൾ അത് തുറന്നു കാണിക്കൽ ഞങ്ങളുടെ രാഷ്ട്രീയ ഉത്തരവാദിത്തമാണ്. ആ രാഷ്ട്രീയ ഉത്തരവാദിത്തം ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഭംഗിയായി തന്നെ നിറവേറ്റിയിട്ടുണ്ട്. അത് തുറന്നു കാണിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ആദ്യം മുതലൊന്ന് എടുത്തു നോക്കുക. അധിക സമയമില്ലാത്തോണ്ട് ചുരുക്കി പറയാം. ആരാണ് ശബരിമലയിലെ സ്വർണ്ണ മോഷണത്തിൻ്റെ മോഷണം നടന്നു എന്ന് പറഞ്ഞ് ആദ്യം രംഗത്ത് വന്നയാൾ ആരാണ്? ഓർത്തു നോക്കൂ. ആദ്യം രംഗത്ത് വന്നയാൾ ഇപ്പോൾ മുഖ്യ പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. ഏതുപോലെ ഉത്സവപ്പറമ്പിൽ പോക്കറ്റടിക്കാരൻ പോക്കറ്റടിച്ചു എന്ന് പറഞ്ഞ് ഓടുന്നത് പോലെ, രക്ഷപ്പെടുന്നത് പോലെ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന മുഖ്യപ്രതി തന്നെയാണ് ഈ വെളിപ്പെടുത്തൽ നടത്തുന്നത്. ആ വെളിപ്പെടുത്തൽ പിടിച്ചത് ആദ്യമായിട്ട് ആരാണ്? പ്രതിപക്ഷ നേതാവാണ്. എവിടെ? നിയമസഭയിൽ. പിന്നീട് ഈ സ്വർണം കണ്ടെത്തുന്നത് എവിടുന്നാണ്? കണ്ടെത്തുന്നത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്നാണ്. 1. 2, പിന്നെ ഇതിലൊരു മുഖ്യ കൂട്ടുപ്രതി ആരാണ്? കൂട്ടുപ്രതി ശബരിമല തന്ത്രിയാണ്. തന്ത്രി ഇപ്പോൾ റിമാൻഡിലാണ് അല്ലേ? തന്ത്രിയുടെ BJP ബന്ധം എല്ലാവർക്കും അറിയാവുന്നതാണ്. BJPയുടെ ഉയർന്ന ഒരു നേതാവ്, പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് വന്നപ്പോൾ പ്രസംഗം പരിഭാഷപ്പെടുത്തിയ ഒരാൾ നേരിട്ട് തന്ത്രിയുടെ വീട്ടിൽ പോയി പിന്തുണ പ്രഖ്യാപിച്ചത് ഈ കേസിൽ അറസ്റ്റിലായിട്ട് ജയിലിൽ കിടക്കുന്ന ആൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചതാണ്. അത് നമ്മൾ കണ്ടതാണ്. പിന്നെ ഈ കേസിലെ എല്ലാ കണ്ണികളും ഒരുമിച്ച് ചേർന്ന സ്ഥലം എവിടെയാണ്? ഈ കേസിലെ കണ്ണികൾ ആരൊക്കെയാണ്? ഉണ്ണികൃഷ്ണൻ പോറ്റി, പിന്നെ ഈ സ്വർണം കട്ട മുതൽ വാങ്ങിയയാൾ, ആ മുതൽ വിറ്റയാൾ, ഈ 3 പേരും, ഗോവർദ്ധൻ, അതുപോലെ മറ്റൊരു കഥാപാത്രം കൂടിയിട്ടല്ലോ. ഇവർ 3 പേരും ഒരുമിച്ച് വന്നത്, ഈ കേസിൻ്റെ കണ്ണികൾ മുഴുവൻ വന്ന സ്ഥലം എവിടെയാണ്? സോണിയാഗാന്ധിയുടെ വസതിയിലാണ്.
പിന്നെ കേസിൻ്റെ സ്കോപ്പ് വലുതാണ് എന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറഞ്ഞത്. അതിനുശേഷമാണല്ലോ ഹൈക്കോടതിക്കെതിരായിട്ടുള്ള വിമർശനം തുടങ്ങിയത്. വാജിവാഹനം കൈവശപ്പെടുത്തിയതിലേക്ക് വരെ അന്വേഷണം പോകണം എന്ന് പറഞ്ഞത് ഹൈക്കോടതിയാണ്. വാജിവാഹനം കൈവശപ്പെടുത്തിയ ആൾ ആരാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് കൊടുത്തതാര കോൺഗ്രസിൻ്റെ ബോർഡിൽ അംഗമായിരുന്ന ഒരാളാണ്. ആ കോൺഗ്രസ് ബോർഡാണ്. ഇത്രയും കാര്യങ്ങൾ വരുമ്പോൾ ഇതിൻ്റെ പശ്ചാത്തലം ഇപ്പോൾ വ്യക്തമാവുകയാണ്. അത് അനാവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഈ കോൺക്രീറ്റ് കൊടിമരം ചെതലരിച്ചു എന്ന് കഥയുണ്ടാക്കിയത് ഏത് ബോർഡായിരുന്നു? ഇതൊക്കെ ഞാൻ പറയുന്നത് ആർക്കും നിഷേധിക്കാൻ പറ്റുന്ന കാര്യമാണോ? ഇതെല്ലാം പുറത്തു വന്ന വസ്തുതകളല്ലേ. അപ്പോൾ ഇതെല്ലാം നിലനിൽക്കെ വിപരീതമായിട്ടൊരു പാരഡിയും പാടി പാർലമെൻറ്റ് മുതൽ നിയമസഭ വരെ അത് നടന്നാൽ ഒരു നരേറ്റീവ്, വ്യാജമായ നരേറ്റീവ് സൃഷ്ടിക്കാം എന്നാണ് UDF കരുതിയത്. അതിനെ നിയമസഭയിൽ അതിശക്തമായിട്ട് പൊളിച്ചടുക്കുക എന്നത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. പക്ഷേ ഇപ്പോൾ BJP ഉന്നയിക്കുന്ന ചില ആരോപണങ്ങളുണ്ടല്ലോ, അത് അങ്ങനെ വിശദീകരിക്കാം. പക്ഷെ BJP ഉന്നയിക്കുന്ന ചില ആരോപണങ്ങളുണ്ടല്ലോ. എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ്? സോണിയാഗാന്ധിയുടെ വസതിയിൽ ഇതാ കോൺഗ്രസ് MP-മാരുടെ സാന്നിധ്യത്തിൽ തന്നെ ഇതിൽ കട്ടയാളും വാങ്ങിയയാളും ചെന്ന് നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെയെങ്കിൽ അവരെ കൂടി ചോദ്യം ചെയ്യേണ്ടതല്ലേ? എന്തുകൊണ്ട് അവരെ ചോദ്യം ചെയ്യുന്നില്ല? ഇതൊരു ഒത്തുകളിയല്ലേ? ഇത് BJP കൂടി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മുന്നോട്ട് വയ്ക്കുന്ന ചോദ്യമാണ്. അപ്പോൾ ഇതൊരു വിഷയമായി സഭയ്ക്കുള്ളിൽ തന്നെ നിങ്ങൾ മന്ത്രിമാരടക്കം ഉന്നയിക്കുന്നു. എന്താണ് സോണിയാഗാന്ധിയുടെ പേരും സോണിയാഗാന്ധിക്ക് അടുത്ത് ഇവരെല്ലാവരും ചെന്ന കാര്യവും ഒക്കെ. പക്ഷേ അന്വേഷണം ആഗതിക്ക് പോകുന്നില്ല. അവിടെ ഒരു ഇടപെടൽ SITക്ക് മേൽ ഉണ്ടാവുന്നു എന്നതാണ് BJPയുടെ ആരോപണം. നോക്കൂ, BJPയും കോൺഗ്രസും ഒക്കെ സെൽഫ് ഗോളുകൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വയം പരാജയപ്പെടുത്തുന്ന ആരോപണങ്ങളാണ് അവരൊക്കെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇത് കാണിക്കുന്നത്? ഇപ്പോൾ കോൺഗ്രസ് ചോദിക്കുന്നത് എന്തുകൊണ്ട് ദേവസ്വം മന്ത്രിയെ ചോദ്യം ചെയ്യുന്നില്ല, എന്തുകൊണ്ട് മുൻ ദേവസ്വം മന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നില്ല, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെയാണ് അവർ ചോദിക്കുന്നത്. അന്വേഷണത്തിൻ്റെ മേൽനോട്ടം ആരുടേതാണ്? ഹൈക്കോടതിയുടേതാണ്. എന്താ ഹൈക്കോടതി പറഞ്ഞത്? ഇതിൻ്റെ ഒരു വിവരവും മറ്റൊരാൾക്കും ലഭ്യമല്ല എന്നാണ്. CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയെക്കുറിച്ച് സർക്കാർ എന്താ പറഞ്ഞത്? ഞങ്ങൾക്ക് ഇത് സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമല്ല, അതുകൊണ്ട് എതിർക്കേണ്ടത് ഞങ്ങളല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് പൂർണ്ണമായും ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്നതാണ്. ഇപ്പം ഇവർ പറയുന്നതിൽ തന്നെ അവർ തന്നെ സമ്മതിക്കുന്ന കാര്യം എന്താണ്? SITയിലേക്ക് സർക്കാർ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നില്ല എന്നതാണിത് വ്യക്തമാവുന്ന കാര്യം. ഇന്നയാളെ ചോദ്യം ചെയ്യൂ, ഇന്നയാളെ അറസ്റ്റ് ചെയ്യൂ എന്ന് സർക്കാർ നിർദ്ദേശിക്കുന്നില്ല. SIT സ്വന്തം നിലയിലാണ് തീരുമാനമെടുക്കുന്നത്. അതിനെല്ലാം ഹൈക്കോടതിയുടെ അനുമതിയും അവർ വാങ്ങുന്നുണ്ട്. അതുകൊണ്ടാണ് അന്വേഷണം പൂർണ്ണമായും ശരിയായ ദിശയിലാണ് എന്നും ഞങ്ങളതിൽ പൂർണ്ണ സംതൃപ്തരാണ് എന്നവർ പറയുന്നത്. അപ്പോൾ സർക്കാരല്ലോ ഇതിലിടപെടുന്നത്. സർക്കാർ ഇടപെടുന്നില്ല എന്നത് ഒരേ സമയം അവർ ആരോപണമായിട്ട് ഉന്നയിക്കുന്നു, ഇടപെടണം എന്നാവശ്യപ്പെടുന്നു. ഒരു കൂട്ടർ പറയുന്നു സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്യാൻ നിങ്ങൾ നിർദ്ദേശിക്കൂ എന്ന് പറയുന്നു, മറ്റേ കൂട്ടർ പറയുന്നു നിങ്ങൾ കടകംപള്ളിയെ അറസ്റ്റ് ചെയ്യാൻ നിർദ്ദേശിക്കൂ എന്ന് പറയുന്നു. ഈ രണ്ടുപേരും പറയുന്നതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. ഹൈക്കോടതി പറയുന്നത് പോലെ ആണ് SITയുടെ അന്വേഷണം, സർക്കാർ പറയുന്നത് പോലെയല്ല എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ സത്യം മാത്രമേ നിലനിൽക്കൂ. ഇപ്പോൾ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൻ്റെ, ദേവസ്വം ബെഞ്ചിൻ്റെ, അതാണ് ശ്രദ്ധിക്കേണ്ടത്, ഇതുമായിട്ടൊരു ബന്ധവുമില്ലാത്ത ഒരു ബെഞ്ചിൻ്റെ ചില പരാമർശങ്ങൾ വേദവാക്യങ്ങളായിട്ട് ഉരുവിട്ട് നടന്നവർക്ക് ഇന്ന് മുഖത്തേറ്റ ഒരു പ്രഹരമാണ് ഈ ദേവസ്വം ബെഞ്ചിൻ്റെ ഇന്നത്തെ നിശിതമായ നിരീക്ഷണങ്ങൾ. ആ പ്രഹരത്തിൽ നിന്ന് തല പൊക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും. അപ്പോൾ കാരണം ദേവസ്വം ബെഞ്ചാണ് ഇത് മുഴുവൻ നോക്കുന്നത്. അവരുടെ കയ്യിലാണ് എല്ലാ വിവരങ്ങളും ഉള്ളത്. 2 അംഗ ബെഞ്ചാണ്. അപ്പോൾ അതുകൊണ്ട് ആ ദേവസ്വം ബെഞ്ചിൻ്റെ നിരീക്ഷണങ്ങൾ സത്യം പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ്. ഇവർ ഉണ്ടാക്കാൻ ശ്രമിച്ച വ്യാജമായ ആഖ്യാനത്തെ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ്. ഞങ്ങൾക്ക് ആശങ്കപ്പെടാനൊന്നുമില്ല. ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള വിശ്വാസം സത്യത്തിലാണ്. കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണത്തിൽ വിശ്വാസമുണ്ട്. കോടതിയെ അവിശ്വസിക്കുന്നത് ആരാണ്? ഭയപ്പെടാനുള്ളവരാണ്. എന്തുകൊണ്ടാണ് കോടതിയെ വിശ്വസിക്കുന്നത്? ഭയമുള്ളത് കൊണ്ടാണ്. പിന്നെ കോൺഗ്രസിനും BJPക്കും ഒരുപോലെ വിശ്വാസം CBI ആണ്. കേരളത്തിലെ കോൺഗ്രസും BJPയും തമ്മിലുള്ള ധാരണയുടെ ഒരു തെളിവാണ് കോൺഗ്രസും CBI അന്വേഷണം ആവശ്യപ്പെടുന്നു, BJPയും CBI അന്വേഷണം ആവശ്യപ്പെടുന്നു. രണ്ടു കൂട്ടർക്കും കേരളത്തിലെ കോൺഗ്രസിന് ഭയങ്കര വിശ്വാസമാണ് CBI. സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്ത CBIയിൽ കോൺഗ്രസിന് വിശ്വാസമാണ്.
റൈറ്റ് മിനിസ്റ്റർ. ഇപ്പോൾ ശ്രീ നൗഷാദ് അലി, ഈ അന്വേഷണം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് ദേവസ്വം ബെഞ്ചിന് അറിയാം. SIT അന്വേഷണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പക്ഷേ സംസ്ഥാന സർക്കാരിന് അറിയില്ല. ഇതാണ് വളരെ ക്ലിയറായി ഇന്നിപ്പോൾ സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന് മുന്നിൽ വെച്ച ഒരു പ്രശ്നം. അതായത് ഇപ്പോൾ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ DGP പറഞ്ഞത് SITയിൽ നിന്ന് ഒരു വിവരവും ഇതുവരെ സർക്കാരിന് ലഭ്യമായിട്ടില്ല എന്നാണ്. ആ നിലപാടിനെ ആ മട്ടിൽ തന്നെയാണ് കോടതി എടുക്കുന്നത്. കോടതി പറയുന്നത് ഇത് സങ്കീർണമായ ഒരു കേസാണ്, ഇത് സാധാരണ മറ്റെന്തെങ്കിലും തരത്തിൽ ഒരു കുത്തുകേസ് പോലെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള മോഷണ കേസ് പോലെയോ അന്വേഷിക്കാവുന്നതല്ല, സങ്കീർണമായ കേസാണ്, ഇതിൻ്റെ കണ്ണികൾ യോജിപ്പിച്ചു വരാൻ അത്ര സമയം എടുക്കും, അതുകൊണ്ട് ഈ ജാമ്യം കിട്ടുന്നതൊക്കെ സ്വാഭാവികമാണ് എന്നാണ്. ചോദ്യം ചെയ്യലുകൾ അടക്കമുള്ള കാര്യങ്ങളിൽ ഈ കോടതിയുടെ നിലപാട് SITയുടെ നിലപാടിന് അനുകൂലമാണ് എങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ വാദം നിലനിൽക്കുക? ഇതൊരു തെരഞ്ഞെടുപ്പ് വിഷയമായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണമെങ്കിൽ അതിനപ്പുറത്ത് യുക്തിഭദ്രമായി ചിന്തിച്ചാൽ എങ്ങനെയാണ് നിലനിൽക്കുക എന്നതാണ് ചോദ്യം. അല്ല ഹർഷൻ, ഇവിടെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഇന്നത്തെ കോടതി നിരീക്ഷണത്തെ കാണുന്നത് അത് ഭക്തർക്കും കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾക്കും ഒക്കെ വലിയ നിരാശയുണ്ടാക്കുന്ന ഒരു സാഹചര്യം അത് കോടതി വിധി വൈപരീത്യം കൊണ്ട് അതിനാനുപാതികമായിട്ട് പറഞ്ഞു എന്ന് ഇവിടുത്തെ സർക്കാരിന് വിശേഷിപ്പിക്കാവുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ കോടതി അങ്ങനെ പറഞ്ഞാലും സർക്കാർ ആശ്വസിച്ചാലും ഒക്കെ കേരളത്തിലെ ജനങ്ങൾ നോക്കിക്കാണുന്നത് ഈ സ്വർണം കട്ട അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ച പ്രതികളൊക്കെ ജാമ്യം കിട്ടി പുറത്തിറങ്ങി വരുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. അത് ഏത് തരത്തിലുള്ള ന്യായീകരണങ്ങളോ ഇടപെടലുകളോ ഇത്തരത്തിലുള്ള സാധൂകരണങ്ങളോ ഒക്കെ മുൻനിർത്തി പറഞ്ഞാലും അതൊന്നും ഇവിടുത്തെ വിശ്വാസികൾക്കും ഭക്തന്മാർക്കും ഒക്കെ പൂർണ്ണമായി ബോധ്യമാവുമെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങൾ പറഞ്ഞ പോലെ ഒരു തെരഞ്ഞെടുപ്പാണല്ലോ വരുന്നത്. ജനകീയ കോടതിയാണ് എല്ലാത്തിൻ്റെയും മുകളിലുള്ളത്. അയ്യപ്പന്റെ സ്വർണം കെട്ട ആളുകളൊക്കെ വരിവരിയായിട്ട് ജാമ്യം കിട്ടി പുറത്തിറങ്ങി വരുന്നൊരു സാഹചര്യത്തെ അവർ തീർച്ചയായിട്ടും പ്രതിലോമകരമായി മാത്രമാണ് സമീപിക്കുക. കോടതി വിധി കൊണ്ടെല്ലാം ഭംഗിയായി അതൊരു പ്രതീക്ഷയല്ലേ? അതായത് ആ നിലയ്ക്ക് ഇവർ ഇറങ്ങി വരുന്ന ഒരു കാഴ്ച നമുക്ക് നോക്കിക്കാണാം. അതായത് ഇതൊരു പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു കോൺഗ്രസ് നേതാവിന്റെ ഒരു പ്രത്യാശ എന്ന നിലയ്ക്കല്ലേ നമുക്ക് പറയാൻ കഴിയൂ. പക്ഷേ വസ്തുത ഇവിടെ കോടതി വിശദീകരിക്കുന്നതാണോ എന്നുകൂടി ജനം വിലയിരുത്തില്ലേ? അല്ല, അതിനകത്ത് കോടതി വിലയിരുത്തുമ്പോൾ അതിനകത്ത് ജനം ചിന്തിക്കാൻ ഒരുപാട് ആംഗിളുകളുണ്ട് ഹർഷൻ. അതായത് ഈ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം 90 ദിവസം കൊണ്ട് ഈ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിക്കാമായിരുന്നു. അവർ കുറ്റപത്രം സമർപ്പിക്കാതെ പ്രതികൾക്ക് പുറത്തു വരാനുള്ളൊരു സാഹചര്യം ഒരുക്കുന്നു. വിധി വൈപരീത്യം കൊണ്ട് കോടതി അതിൽ തെറ്റായൊന്നും കണ്ടില്ല എന്നുള്ളത് മുൻനിർത്തി ഈ പ്രതികളൊക്കെ പുറത്തിറങ്ങി വരുന്നതിനെ കയ്യടിയോടുകൂടി CPM സ്വീകരിക്കുകയും ന്യായീകരിക്കുകയും ആഘോഷിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു പ്രതിപക്ഷ പാർട്ടിയുടെ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് ഞാൻ ഒരുപാട് ആശാവഹമായ രാഷ്ട്രീയ മുന്നേറ്റങ്ങളും നേട്ടങ്ങളും ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ CPMകാർ ഇതൊക്കെ ആഘോഷിച്ചോട്ടെ. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇതിനെ നോക്കിക്കാണുന്ന ഈ വികാരപരമായി വിഷയത്തെ സമീപിക്കുന്ന ഏതൊരു ജനാധിപത്യ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളവും ഇതിനകത്തൊക്കെ ഒരു തരത്തിലുള്ള നിരാശ ഉണ്ടാകേണ്ട കാര്യമില്ല. കോടതി ഇനിയും കൂടുമല്ലോ. പിന്നെ ഇവിടെ മന്ത്രി പറഞ്ഞ കുറേ കാര്യങ്ങൾ എനിക്ക് വലിയ തമാശ തോന്നി. അദ്ദേഹം ബജറ്റ് സമ്മേളനത്തിൽ പ്രതിപക്ഷത്തിൻ്റെ പ്രകടനം സർക്കാരിനെ കൈയടിച്ച് അംഗീകരിച്ച് പ്രതിപക്ഷം പിരിഞ്ഞു പോകണമെന്നാണോ ഈ മന്ത്രി ചിന്തിക്കുന്നത്? മുൻകാല ബജറ്റിന്റെ തല്ലിപ്പൊളിയിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, പിന്നെ ആവർത്തന വിരസതയൊന്നും ഉണ്ടാക്കണ്ട എന്നുള്ളത് കൊണ്ട്. അപ്പോൾ ബജറ്റ് സമ്മേളനത്തിൽ പ്രതിപക്ഷം ഇത്തരത്തിൽ പ്രതിഷേധിച്ചു എന്നുള്ളതിനെ വലിയൊരു ചാർജായിട്ട് അദ്ദേഹം പറയുന്നു. പ്രതിലോമകരമായ കാര്യങ്ങൾ, വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളൊക്കെ പ്രതിപക്ഷം പറയുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് കേൾക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെത്തരത്തിൽ അതിനെ സമീപിക്കും എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. രണ്ടാമതൊരു കാര്യം അദ്ദേഹം പറയുന്നു, SITയുടെ അന്വേഷണത്തെ വിമർശിച്ചാൽ അത് കോടതിയോടുള്ള വിമർശനമാണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞില്ലേ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. കോടതി അലക്ഷ്യമാകുന്നൊരു പ്രവൃത്തി ജനകീയമായ പ്രതിബദ്ധതയും ഈ വിഷയത്തിലുള്ള ഉത്തരവാദിത്വവും മുൻനിർത്തി പ്രതിപക്ഷം അവിടെ ഉന്നയിക്കുമ്പോൾ അതൊക്കെ പിന്നെ കോടതിയെ വിമർശിക്കുന്നതിന് തുല്യമായിട്ടൊക്കെ മുഖ്യമന്ത്രിക്ക് വേണമെങ്കിൽ പറഞ്ഞു നിൽക്കാം. അതൊരു മൈതാന പ്രസംഗത്തിലൊക്കെ പറയുന്നത് മാതിരി നിയമസഭയിൽ പറയുമ്പോൾ അതിന് പല നിലവാരക്കുറവുകളുണ്ട്. അതൊക്കെ പോട്ടെ, അതൊക്കെ ന്യായീകരിച്ച് മന്ത്രി മുന്നോട്ട് വരുന്നത് അതിലേറെ വലിയൊരു കാഴ്ചയാണ്. പിന്നെ ഇതിനകത്ത് മന്ത്രി ഇവിടെ അറസ്റ്റ്
അറസ്റ്റിലായ ആളുകളുടെ പേരൊക്കെ പറഞ്ഞു. CPM-ന്റെ ഉത്തരവാദിത്തപ്പെട്ട 91 കാലം മുതൽ MLA ഒക്കെ ആയിട്ട് സീനിയർ നേതൃപരിവേഷമുള്ള ആളുകളൊക്കെ അകത്ത് കിടക്കുന്നതിനെ കുറിച്ച് അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. ഇനി സുബ്രഹ്മണ്യം പോറ്റി ഏതെങ്കിലും ഒരു കാലത്ത് ആരുടെയെങ്കിലുമൊക്കെ കൂടെ ഫോട്ടോ എടുത്തിട്ടുണ്ടാകാം. പിണറായി വിജയന്റെ കൂടെയും കടകംപള്ളിയുടെ കൂടെയും സോണിയാഗാന്ധിയുടെ കൂടെയൊക്കെയുള്ള ഫോട്ടോ നമ്മൾ കണ്ടിട്ടുണ്ട്. SITക്ക് വേണമെങ്കിൽ അതും അന്വേഷണ പരിധിയിൽപ്പെടുത്താം. പക്ഷെ ഞാൻ വേറൊരു കാര്യം പറയുന്നത്, ഇതേപോലെയുള്ള പ്രതികളാണ് ഈ പറഞ്ഞ പത്മകുമാറും ശങ്കർദാസും ഒക്കെ അടക്കമുള്ള ആളുകൾ. അവരാരുടെയൊക്കെ കൂടെ എന്തൊക്കെ തരത്തില് ഫോട്ടോ എടുക്കുക എന്നുള്ള കേസേ നിങ്ങൾ ഇവിടെ എന്തൊക്കെ തരത്തിലുള്ള ഇടപഴകലുകളും എന്തൊക്കെ നേതൃപദവികൾ വഹിക്കുകയും അധികാരസ്ഥാനത്തിരിക്കുകയും കൂട്ടായിട്ട് പ്രവർത്തിച്ചു മുന്നേറുകയൊക്കെ ചെയ്തവരാണ്. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ മുഴുവൻ CPM നേതാക്കൾക്കെതിരെയും നമുക്ക് ഇത്തരത്തിലുള്ള ആരോപണമായിട്ട് മുന്നോട്ട് വരാൻ സാധിക്കില്ലേ? അപ്പോൾ ഇത്തരത്തിലൊക്കെയുള്ള ദുർബലമായ പ്രതിരോധങ്ങൾ ഉയർത്തിക്കൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ കഴിയുമെന്ന് ഈ ഗവൺമെന്റും CPM ഒക്കെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ അവരുടെ വിശ്വാസം. അവരെ പറ്റുമെങ്കിൽ രക്ഷിച്ചു കൊള്ളട്ടെ, നമുക്ക് കാത്തിരുന്ന് കാണാം എന്നുള്ളതിനപ്പുറമൊന്നും ഇത്തരത്തിലുള്ള ദുർബലമായ അബദ്ധജടിലമായ വാദമുഖങ്ങളെ സംബന്ധിച്ച് നമുക്ക് പറയാനായിട്ടില്ല ഹർഷൻ. ഇവിടെ ഒറ്റ കാര്യം പറഞ്ഞോളൂ. ഒറ്റ കാര്യം ഹർഷൻ, ഈ കൊള്ള ഇവര് ചട്ടങ്ങൾ ഉണ്ടാക്കി നിയമങ്ങൾ നിർമ്മിച്ച് ഉത്തരവുകൾ പാസാക്കി നടത്തിയ ആസൂത്രിതമായൊരു കൊള്ളയാണ്. ആ കൊള്ള നടക്കുമ്പോൾ നിർനിമേഷമായി അതിന് കൂട്ടുനിൽക്കുകയാണ് ഈ സർക്കാർ ചെയ്തത്. 10 വർഷത്തെ കണക്കിൽപ്പെടുത്താവുന്ന ഒരു സംഗതിയാണോ എന്നുള്ള പ്രശ്നമാണ്. അതായത് ഇപ്പോ പ്രതിപക്ഷം ഇപ്പോ സർക്കാർ ഉന്നയിക്കുന്ന അല്ലെങ്കിൽ CPIM ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട പ്രതികരണം എങ്ങനെയാണ്, വിമർശനം എങ്ങനെയാണ്? 2004 മുതൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെയുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കെട്ടിയത് ഞങ്ങളല്ല എന്ന് പറയുന്നവർ മാത്രമല്ല, ഈ അറ്റകുറ്റപ്പണികളിൽ ഈ സ്പോൺസറായി ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തുന്നത് തന്നെ UDF കാലത്താണ് എന്നുള്ള വാർത്തകളും വിവരങ്ങളും പുറത്തു വരുന്നു. അപ്പോൾ അന്ന് മുതൽ തുടരുന്നതാണ്. മാത്രമല്ല ഇതെല്ലാം അന്വേഷിക്കണം, ഇതിനു മുമ്പുള്ള പഴയ കാലത്തെക്കുറിച്ച് കൂടി അന്വേഷിക്കണമെന്ന് ദേവസ്വം ബെഞ്ചിന്റെ നിലപാട് വന്നിട്ടുണ്ട്, അവരുടെ നിരീക്ഷണം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ നിലയ്ക്കാണ്. അപ്പോൾ അതിന്റെ മെറിറ്റിലേക്ക് പോകും. നമുക്ക് 957 തൊട്ടുള്ള കേരളം ഉണ്ടായത് 56-ലാണല്ലോ. 57 തൊട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കട്ടെ. ഇവിടെ കൃത്യമായൊരു കൃത്യവിലോപവും കുറ്റകൃത്യവും നടന്നിട്ട് മുമ്പുള്ള കാലത്തേക്ക് പഴിക്കുന്ന BJP എല്ലാത്തിനും ജവഹർലാൽ നെഹ്റുവിനെ പഴിക്കുന്നതിന് സമാനമായിട്ട് CPM ഇവിടെ പെരുമാറി പോരുന്നതിൻ്റെ പൊള്ളത്തരവും അവരുടെ ജാള്യതയും അവരുടെ നിക്കക്കള്ളിയില്ലായ്മയൊക്കെ ബുദ്ധിയും വിവേകമുള്ള മുഴുവൻ മനുഷ്യർക്കും വളരെ കൃത്യമായിട്ട് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. ആയിക്കൊള്ളട്ടെ, അവരാണല്ലോ ഇപ്പോൾ കേരളം ഭരിക്കുന്നത്. SITയും അവരുടെ ഭരണത്തിന് കീഴിലുള്ള ഉദ്യോഗസ്ഥരാണല്ലോ അംഗങ്ങൾ. അവരിതൊക്കെ അന്വേഷിച്ചിട്ട് ആ രീതിയിലേക്ക് ഈ വിഷയത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ ചെയ്യട്ടെ എന്ന് വെല്ലുവിളിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് ഹർഷൻ. അല്ലാതെ കുറെ പുകമറയും ഇരുട്ടും ഉണ്ടാക്കിക്കൊണ്ട് ഇതിൽ നിന്ന് തടി തപ്പാം എന്നൊക്കെ കരുതുന്നത് അതൊക്കെ ഒരു ലഘുവായ കുറ്റവാളികളൊക്കെ ഇതിനകത്തുള്ള ഒരു പ്രശ്നം SITയുടേത് ഏറ്റവും വിശ്വാസയോഗ്യമായ അന്വേഷണമാണ്. SITയുടേത് ഏറ്റവും വിശ്വാസയോഗ്യമായ അന്വേഷണമാണ് എന്ന് കോടതി പറയുന്നെങ്കിൽ ആ കോടതിയുടെ നിലപാടിനെ മുൻനിർത്തി തന്നെയല്ല ഇന്നത്തെ ചർച്ച നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. കാരണം നമുക്ക് മുന്നിലുള്ളത് ആരാണ്, ഇതിനകത്തൊരു അളവുകോൽ നിശ്ചയിക്കേണ്ടത് ആരാണ്, ഇതിലാരാണ് മികച്ച രീതിയിൽ അന്വേഷണം നടത്തുന്നത്, അന്വേഷണത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ടോ, ഇക്കാര്യങ്ങളിലെല്ലാം ഒരു കമൻറ്റ് നമ്മൾ ആരുടെ ഭാഗത്തു നിന്നാണ് പ്രതീക്ഷിക്കുന്നത്? അത് കോടതിയുടെ ഭാഗത്തു നിന്നാണ്. ആ കോടതിയുടെ കമൻറ്റ് എന്താണ്? SITയുടെ ഏറ്റവും വിശ്വാസയോഗ്യമായ അന്വേഷണമാണ് എന്ന്. സർക്കാർ ആവർത്തിച്ച് പറയുന്നത് എന്താണ്? ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരു വിവരവും അറിയില്ല. SITയുടെ അന്വേഷണത്തെക്കുറിച്ചോ അവരുടെ കണ്ടെത്തലുകളെക്കുറിച്ചോ ഇപ്പോൾ പ്രതിപക്ഷം ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം നിങ്ങൾ തൊണ്ടി മുതൽ കണ്ടെത്തിയോ എന്നുള്ളതാണ്. തൊണ്ടി മുതൽ കണ്ടെത്തിയോ എന്നുള്ളതിനെക്കുറിച്ച് പോലും സർക്കാരിന് കാര്യങ്ങൾ അറിയില്ല എന്നാണ് സർക്കാർ തന്നെ കോടതിയിൽ പറയുന്നത്. അത് കോടതി അംഗീകരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആ നിലയ്ക്കുള്ള ഒരു അന്വേഷണത്തെ, കോടതിയുടെ സമ്പൂർണ്ണമായ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണത്തെ എന്തുകൊണ്ടാണ് BJP സംശയിക്കുന്നത്? അല്ല, ഈ സർക്കാരിന് അറിയില്ല എന്ന് പറയുന്നത് പണ്ട് മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ എനക്കറിയില്ല എന്ന് പറയുന്ന പൊട്ടംകളിയായിട്ട് മാത്രം കണ്ടാൽ മതി. ഇതിനകത്തൊക്കെ എവിടൊക്കെ എന്തൊക്കെ തരത്തിലുള്ള നിയന്ത്രണം. അങ്ങനെയാണെങ്കിൽ കോടതി അതിനെ എതിർക്കണമല്ലോ. കോടതി ആ നിലപാടിനെ എതിർക്കണമല്ലോ. ഇത് DGP കോടതിയിൽ പറയുകയാണ് ഞങ്ങൾക്കൊന്നും അറിയില്ല. അപ്പോൾ കോടതി അത് അംഗീകരിക്കുന്നു. അതെ, അതുകൊണ്ട് പക്ഷേ ഈ അന്വേഷണം ശരിയായ രീതിയിലാണ് പോകുന്നതെന്ന് കോടതി അംഗീകരിക്കുന്നു. അതാണ് പ്രശ്നം. ഇപ്പോൾ അല്ലാതെ പറഞ്ഞാൽ നമുക്ക് ഈ വാദം ഉന്നയിക്കാം. പക്ഷേ ഇവിടെ അങ്ങനെയല്ല കോടതിയിൽ കാര്യങ്ങൾ നടക്കുന്നത്.
ഹർഷൻ, ഇതിനകത്ത് ഈ കോടതിയിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് പുറത്തു നിൽക്കുന്ന ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന മുഴുവൻ പൊതുസമൂഹത്തിനും പറഞ്ഞു കേട്ട അറിവ് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് ഇന്ന് പരിഗണിക്കപ്പെട്ടത് BJP സംസ്ഥാന അധ്യക്ഷൻ കൊടുത്തിരിക്കുന്ന ഒരു CBI എൻക്വയറി ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു അപ്പീലാണ്. നോക്കൂ, അവിടെ നടന്നതൊന്നും ഒരു ക്ലീൻ ചീറ്റും കോടതി കൊടുത്തിട്ടില്ല. വെറുതെ അങ്ങനെ ഒരു ഫേക്ക് നറേറ്റീവിനെ കൂട്ടി വായിക്കാൻ അങ്ങേപ്പോഴുള്ളവർ തയ്യാറാകരുത്. കോടതി പറഞ്ഞത് എന്താണ്? CBI എൻക്വയറിയെ സംബന്ധിച്ചിട്ടുള്ള ഒരു അപ്പീൽ വന്ന സമയത്ത് കോടതി അത് പരിഗണിച്ചിട്ട് പറഞ്ഞത് എന്താണ്? ഇതിനകത്ത് വളരെ കഠിനമായ ഒരു അന്വേഷണമാണ്, ഇതിനകത്ത് ഒട്ടേറെ തലങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്, അതിൻ്റെതായിട്ടുള്ള കാലതാമസമാണ് എടുക്കുന്നത്. ആ സമയത്ത് കോടതിയിൽ ഞങ്ങളുടെ അഭിഭാഷകൻ ചൂണ്ടിക്കാണിച്ചു, ഇതിനകത്ത് 90 ദിവസത്തിനകത്ത് കുറ്റപത്രം കൊടുക്കാത്തത് കൊണ്ട് സ്വാഭാവിക ജാമ്യം നേടി പ്രതികളെല്ലാം പുറത്തേക്ക് വരുന്നു. അപ്പൊ കോടതി എന്താ പറഞ്ഞത്? പ്രതികൾ പുറത്തേക്ക് വന്നാൽ പോലും ഇതിനകത്ത് നിന്ന് ഒരാൾ പോലും രക്ഷപ്പെടാൻ പാടില്ല, ഞങ്ങൾ മേൽനോട്ടം വഹിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ ടെൻഷൻ ആകാതിരിക്കൂ, അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി കാത്തിരിക്കൂ, CBI എൻക്വയറി വേണ്ടെന്നോ ഒന്നും കോടതി പറഞ്ഞിട്ടില്ല. അപ്പൊ ഇതിനൊരു ക്ലീൻ ചീറ്റായിട്ട് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നത് ഇടതുപക്ഷ മാധ്യമ പ്രവർത്തകരും ഇടതുപക്ഷ പ്രയോഗങ്ങൾ തന്നെ അതായത് ഞങ്ങൾ മേൽനോട്ടം വഹിക്കുന്നുണ്ടല്ലോ. അല്ല, ഞങ്ങൾ അതായത് ഏത് ഘട്ടത്തിലാണ് പറയുന്നത്? CBI അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുന്ന ഘട്ടത്തിൽ. അപ്പോൾ കോടതി എന്താ പറയുന്നത്? നിങ്ങൾ ഇങ്ങനെ ആശങ്കപ്പെടേണ്ട കാര്യമില്ല, ഞങ്ങൾ മേൽനോട്ടം വഹിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ കോടതിയെ അങ്ങ് വിശ്വസിക്കുക എന്നുള്ളതേ തൽക്കാലം BJPക്ക് മുന്നിലൊരു പോംവഴിയുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, ഞാൻ വന്നിരുന്ന് പറയാണ് ന്യൂസ് മലയാളം ചാനൽ ഒരു പൊട്ട ചാനൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എനിക്ക് അംഗീകരിച്ചു തരുമോ? അപ്പൊ കോടതി ആ മട്ടിൽ പറഞ്ഞതാണെന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? കോടതി ആ മട്ടിൽ നടത്തുന്ന അല്ലല്ല. ഞാൻ പറയട്ടെ എന്റെ അഭിപ്രായമല്ല, ഞാനൊരു അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞാൽ എന്നാണ് ഞാൻ ചോദിച്ചത്. എന്റെ അഭിപ്രായമല്ല, നിങ്ങൾ നല്ല ചാനലാണ്, നന്നായിട്ട് പ്രവർത്തിക്കുന്ന ചാനലാണ്. ഒരു പൊട്ട ചാനലാണ്. കോടതി മേൽനോട്ടം വഹിക്കുന്ന ഒരു അന്വേഷണത്തിൽ ഞങ്ങൾക്ക് തെറ്റുപറ്റി എന്ന് കോടതി പറയുമോ? കോടതി എന്താ പറഞ്ഞത്? ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞ് കുറച്ചുകൂടി കാത്തിരിക്കാൻ തയ്യാറാവും എന്നുള്ളതല്ലേ പറഞ്ഞത്. അല്ലാതെ SIT അന്വേഷണം എല്ലാം ശരിയാണ്, സൂപ്പറാണ്, അടിപൊളിയാണ്, വേറെ ഒന്നും വേണ്ട, ആരും ഇനി ഈ ഭാഗത്തേക്ക് വന്നു വരും, ഞങ്ങൾ കോടതി ലക്ഷ്യത്തിന് കേസെടുക്കും, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒന്നുമില്ല. ദയവായി നിങ്ങൾ കാത്തിരിക്കൂ. അല്ല, കോടതിയിൽ വന്ന കമന്റാണ് ഞാൻ ആദ്യം വായിച്ചത്. അതായത് നിസ്സാരമായ കാര്യങ്ങൾ മുൻനിർത്തി CBI അന്വേഷണം ആവശ്യപ്പെടരുത്. നിസ്സാരമായ കാര്യങ്ങൾ, അതായത് കോടതി പറയാണ് നിസ്സാരമായ കാര്യങ്ങൾ മുൻനിർത്തി CBI അന്വേഷണം ആവശ്യപ്പെടരുത് എന്ന്. ഞാൻ പറയട്ടെ, കോടതിയെ സംബന്ധിച്ച് രാഷ്ട്രീയ ലക്ഷ്യമില്ല. കോടതിയുടെ മുമ്പിൽ വരുന്ന ഫാക്ടുകൾ വെച്ചിട്ടാണ് കോടതി അഭിപ്രായങ്ങൾ പറയുന്നത്. ഇതേ ഫാക്ടുകൾ വെച്ചിട്ടാണ് ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ബദറുദ്ദീൻ ആ ജാമ്യാപേക്ഷ സമയത്ത് ശങ്കർദാസിനെതിരെ അഭിപ്രായം പറഞ്ഞത്. ആ അഭിപ്രായത്തിന് ശേഷമാണ് ശങ്കർദാസ് അറസ്റ്റ് ചെയ്യപ്പെട്ടത്. ഈ സാഹചര്യം കേരളത്തിൽ എല്ലാവർക്കും അറിയാമല്ലോ, അങ്ങേക്ക് വരവുള്ള കാര്യമാണല്ലോ. അപ്പൊ കോടതിക്ക് മുമ്പിൽ വരുന്ന ഫാക്ടുകൾ വെച്ചിട്ട് സംസാരിക്കുന്നു. കോടതി രാഷ്ട്രീയം കളിക്കുന്നില്ല. കേരളത്തിലെ SITയുടെ അന്വേഷണം വഴിമുട്ടി എന്ന് നിങ്ങൾ ഇപ്പോൾ നമ്മുടെ ചർച്ച നിരീക്ഷിക്കുന്ന ജനങ്ങളോട് ചോദിച്ചു നോക്കൂ, SITയുടെ അന്വേഷണം വഴിമുട്ടിയോ? ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഇട്ട് നോക്ക്. വഴിമുട്ടി എന്ന് ഭൂരിഭാഗം ജനങ്ങൾ പറയും. കാരണം അന്വേഷണം എങ്ങോട്ട് കൊണ്ടുപോകണമെന്ന് അറിയാതെ ദിശ തെറ്റി നിൽക്കുകയാണ് SIT. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ SITയുടെ ഏറ്റവും വിശ്വാസയോഗ്യമായ അന്വേഷണമാണെന്നുള്ള കമന്റ്, ഞാൻ ഈ കമന്റുകൾ വായിക്കുന്നത് വേറെ ഏതെങ്കിലും തരത്തിൽ ഇടപെടാനല്ല, പക്ഷേ ഈ കമന്റുകൾ, താങ്കൾ ഈ പറഞ്ഞു പോകുന്നതിനെ ഖണ്ഡിക്കുന്ന കമന്റുകൾ കോടതിയിൽ നിന്ന് ഓൾറെഡി വന്നു കഴിഞ്ഞു. അതായത് SITയുടെ ഏറ്റവും വിശ്വാസയോഗ്യമായ അന്വേഷണമാണ് എന്ന് കോടതി പറഞ്ഞു കഴിഞ്ഞു എന്ന്. ആ കമന്റാണ് കോടതിയിൽ നിന്ന് വരുന്നത്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ വാദങ്ങൾ നിലനിൽക്കുക? മാത്രമല്ല, ജസ്റ്റിസ് ബദറുദ്ദീന്റെ ബെഞ്ച് ആ നിലയ്ക്ക് ഉന്നയിച്ച ആരോപണങ്ങളെ കൂടി തള്ളിക്കളയുകയാണ് ഈ നിലപാടിലൂടെ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ബഹുമാനപൂർവ്വം പറയുന്നു, നിങ്ങളുടെ SITയെ നിങ്ങൾ വിശ്വസിച്ചോളൂ, അതിനകത്ത് ആർക്കും അഭിപ്രായമില്ല. പരമോന്നതമായ നീതിന്യായ വ്യവസ്ഥയ്ക്ക് തന്നെയാണ് അന്തിമ അഭിപ്രായം പറയാൻ ഈ രാജ്യത്ത് അവകാശമുള്ളത്, അതിലും എതിരഭിപ്രായമില്ല. പക്ഷേ കേരളത്തിലെയും ഈ ലോകത്തെയും ലക്ഷോപലക്ഷം വരുന്ന അയ്യപ്പ വിശ്വാസികൾ കടുത്ത വേദനയിലും വിഷമത്തിലുമാണ്. ഞാനൊരു അയ്യപ്പ വിശ്വാസിയാണ്. എനിക്ക് ആശങ്കയുണ്ട്, വേദനയുണ്ട്, വിഷമമുണ്ട്, ദേഷ്യമുണ്ട്. ഈ അന്വേഷണം ശരിയായ ദിശയിലല്ല പോകുന്നത്. ഈ അന്വേഷണം ശരിയായ ദിശയിലേക്കല്ല കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അത് അറിയാവുന്ന ആൾക്കാർ തന്നെയാണ് ഹർഷൻ. ഈ കേരളത്തിൽ വരുന്ന ലക്ഷക്കണക്കിന് വിശ്വാസികൾ, ജനങ്ങൾ പകരം ചോദിക്കാൻ കാത്തിരിക്കുകയാണ് ഈ രണ്ട് കൂട്ടരോട്. ഇവിടെ MP രാജേഷ് എന്ത് പറഞ്ഞു വെക്കാൻ ശ്രമിച്ചത്? അദ്ദേഹം തന്ത്രിയുടെ കാര്യം പറഞ്ഞു, മറ്റുള്ളവരുടെ കാര്യം പറഞ്ഞു, BJP ആയിട്ട് തന്ത്രിക്ക് ബന്ധമുണ്ടെന്ന് പറഞ്ഞു, പരിഭാഷപ്പെടുത്തിയ ആളായി എന്നൊക്കെ പറഞ്ഞു, എന്തൊക്കെയോ പറഞ്ഞിട്ട് പോയി. എന്തേ കുഞ്ഞികൃഷ്ണനെതിരെ മിനിറ്റ് വെച്ച് നടപടിയെടുത്ത ആൾക്കാർ, നിങ്ങൾക്ക് കോടതി വിശ്വാസമുണ്ടല്ലോ, SIT വിശ്വാസമുണ്ടല്ലോ, പത്മകുമാറിനെ ജില്ലാ കമ്മിറ്റി സ്ഥാനത്ത് നിന്ന് പുറത്താക്കാൻ മുട്ടിടിക്കുന്നത്
എന്തുകൊണ്ട് നിങ്ങൾക്ക് പുറത്താക്കാൻ സാധിക്കുന്നില്ല? എന്തുകൊണ്ട് നിങ്ങൾക്ക് ശങ്കർദാസിനെ പുറത്താക്കാൻ തള്ളി പറയാൻ സാധിക്കുന്നില്ല? എന്തുകൊണ്ട് നിങ്ങൾക്ക് വാസുവിനെ തള്ളി പറയാൻ സാധിക്കുന്നില്ല? എന്തുകൊണ്ട് നിങ്ങൾക്ക് വിജയകുമാറിനെ തള്ളി പറയാൻ സാധിക്കുന്നില്ല? ജനങ്ങൾ, ഈ നാട്ടിലെ ലക്ഷക്കണക്കിന് വരുന്ന വിശ്വാസികൾ ശബരിമലയെ കാത്തു സൂക്ഷിക്കാൻ, ശബരിമല മുതൽ സംരക്ഷിക്കാൻ ഏൽപ്പിച്ചത് തന്ത്രിയുടെ കയ്യിലല്ല, മന്ത്രിയുടെ കയ്യിലും ദേവസ്വം ബോർഡിന്റെ കയ്യിലാണ്. കട്ടത് തന്ത്രിയായാലും മന്ത്രിയായാലും ഇതിന് ഉത്തരം പറയേണ്ടവർ പറഞ്ഞേ പറ്റൂ. ഞങ്ങൾക്ക് ആരെയും സംരക്ഷിക്കാനില്ല. ആരായാലും ഞങ്ങൾ ഏൽപ്പിച്ചത്, വിശ്വാസികൾ ഏൽപ്പിച്ചത്, പൊതുസമൂഹം ഏൽപ്പിച്ചത് സർക്കാരെയാണ്, ദേവസ്വം ബോർഡ്. പക്ഷേ ഇതിലൊരു പ്രശ്നം എന്താ അറിയോ, സന്ദീപ് വാചസ്പതി, നിങ്ങളുടെ പ്രധാനപ്പെട്ട നേതാവായ സന്ദീപ് വാചസ്പതി ഈ തന്ത്രിയുടെ വീട്ടിലെത്തി പിന്തുണ പ്രഖ്യാപിക്കുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ്. അപ്പോൾ തന്ത്രി ഇക്കാര്യത്തിൽ തന്ത്രിയെ കുടുക്കിയതാണെന്നോ തന്ത്രി ഇതിൽ പ്രതിപട്ടികയിൽ ഉൾപ്പെടേണ്ട ആളല്ലെന്നോ ഉള്ള ബോധ്യം BJP-യുടെ സംസ്ഥാന നേതൃത്വത്തിനുള്ളത് കൊണ്ടാണല്ലോ അങ്ങനെ ഒരു പിന്തുണയുമായി തന്ത്രിയുടെ വീട്ടിലെത്തുന്നത്. ഇത് നമുക്ക് മുന്നിലുള്ള വസ്തുതയാണല്ലോ. അപ്പോൾ ചിലരെ മാത്രം, നിങ്ങൾക്ക് ആഗ്രഹമുള്ളവരെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ശത്രുതയുള്ളവരെ, നിങ്ങളുടെ എതിർപക്ഷത്ത് നിൽക്കുന്നവരെ മാത്രം ആ നിലയ്ക്ക് പ്രതിപട്ടികയിൽ കണ്ടാൽ നിങ്ങൾക്ക് സന്തോഷമാണ്. പക്ഷേ തന്ത്രിയടക്കം, ഈ പറയുന്ന ദേവതുല്യനാണ് എന്ന് വിശേഷിപ്പിക്കുന്ന തന്ത്രി അടക്കമുള്ളവർ പ്രതിപട്ടികയിൽ ഉൾപ്പെടുകയും അറസ്റ്റിലാവുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്കതിൽ വേദനയുണ്ട്. അത് നമ്മൾ കണ്ടതാണ്, അതിന് തെളിവ് നമുക്ക് മുന്നിലുണ്ട്. പറയട്ടെ, തന്ത്രിയായാലും മന്ത്രിയായാലും ഞങ്ങളെ സംബന്ധിച്ച് വിഷയമേ അല്ല. എന്തിനും സന്ദീപ് വാചസ്പതി തന്ത്രിയുടെ വീട്ടിൽ പോയി എന്ന് അദ്ദേഹം തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. ആ കുടുംബവുമായി അദ്ദേഹത്തിന് അടുത്ത ബന്ധമുണ്ട്. ആ കുടുംബത്തിന് വിഷയം ഉണ്ടായ സമയത്ത് അവിടെ അദ്ദേഹം സൗഹൃദ സന്ദർശനം നടത്തി. അതിനുശേഷം മാധ്യമങ്ങളെ കണ്ട BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കിയിട്ടുണ്ട് തന്ത്രിയുടെ ഭാര്യ സഹോദരനാണ്. അല്ല, ഞാൻ പറയട്ടെ, അതുകൂടി പറഞ്ഞു. തന്ത്രിയുടെ ഭാര്യ സഹോദരൻ BJP-യുടെ സംസ്ഥാന നേതാവാണ്. അതിനെന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ എന്തൊക്കെയാണ് ചോദിക്കുന്നത്? നിങ്ങൾ എത്രയോ ഒരു മുതിർന്ന മാധ്യമം, ഞാൻ നിങ്ങളെക്കാൾ എത്രയോ ജൂനിയർ ആയിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകനാണ്. ഈ വസ്തുതകൾ പറഞ്ഞു ചോദ്യങ്ങളാണ്, പൊട്ടത്ര ചോദ്യങ്ങൾ ഇപ്പൊ ചോദിച്ചത്. വസ്തുതയല്ലേ? അല്ല, എന്ത് ചെയ്യാൻ പറ്റും? അല്ല, അപ്പൊ ഈ അടുപ്പം കൊണ്ട് മാത്രമാണ് തന്ത്രിയെ കാണാൻ പോയത് എന്ന് പറഞ്ഞു. അത് അടുപ്പം കൊണ്ട് മാത്രമാണ്, കുടുംബവുമായുള്ള അടുപ്പം കൊണ്ട് മാത്രമാണ് തന്ത്രിയെ കാണാൻ പോയതെന്ന് പറഞ്ഞു. ഇതിൽ ഒരു താല്പര്യവും ഇല്ല എന്ന് പറയുന്നു. പക്ഷേ തന്ത്രിക്ക് പിന്തുണ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ഈ മട്ടിൽ, അതായത് എങ്ങനെയാണ് ഈ ബാക്കിയുള്ള ആളുകളുടെ കാര്യം നിങ്ങൾ പറയുന്നുണ്ടല്ലോ, അതായത് ഈ CPIM-ന്റെ നേതാക്കന്മാരിൽ പെടുന്നവർ തന്നെ ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന സാഹചര്യമുണ്ട്, അവർക്കെതിരെ നടപടി പോലും എടുക്കുന്നില്ലല്ലോ എന്ന് പറയുന്നവർ തന്നെ അപ്പുറത്ത് തന്ത്രിക്ക് പിന്തുണ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഈ ദൃശ്യങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ ചോദ്യങ്ങൾ വരില്ലേ? ഹർഷൻ, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, വാസു ആയാലും പത്മകുമാർ ആയാലും നിങ്ങളുടെ ശങ്കർദാസ് ആയാലും കണ്ഠരര് രാജീവരായാലും കുറ്റം ചെയ്തിട്ടുള്ള എല്ലാവരും ശിക്ഷിക്കപ്പെടണം. അതിനകത്ത് ഒരു അപ്പീലുമില്ല. ലക്ഷക്കണക്കിന് വരുന്ന വിശ്വാസ സമൂഹം അത് ആഗ്രഹിക്കുന്നു. അത് തന്നെയാണ് അവരുടെ പ്രാർത്ഥനയും. ഈ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടാകണം. ഇവിടെ ഇപ്പൊ CPM പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ സ്വർണം കട്ടതല്ല അയ്യപ്പനാണോ എനിക്ക് സംശയം തോന്നുന്നു. കാരണം അത്തരത്തിലാണ് അവർ പറഞ്ഞു വെക്കുന്നത്. ക്ലീൻ ചീറ്റ് കിട്ടി, ഞങ്ങൾക്കൊരു കുഴപ്പവുമില്ല, 90 ദിവസം കഴിഞ്ഞ് ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ നാളെ പത്മകുമാറിനെ ഇവർ വാഴ്ത്തിപ്പാടും. ചില ചാനലുകളുണ്ടല്ലോ ഈ നാട്ടിൽ, ഈ പറഞ്ഞ കുറ്റം ചെയ്തവരൊക്കെ പോയി വാഴ്ത്തിപ്പാടാനായിട്ട് PR വർക്ക് ചെയ്യുന്നത്. അതേപോലെ നാളെ പത്മകുമാറിന് ഒരു ഇന്റർവ്യൂ സെറ്റ് ചെയ്തിട്ട് വലിയ ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളിൽ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് അയാളെ വാഴ്ത്തിപ്പെടും. ലാസ്റ്റ് ഇതെല്ലാം തന്റെ സ്വന്തം മുതൽ സൂക്ഷിക്കാത്തതിന് അയ്യപ്പനെതിരെ കേസെടുക്കേണ്ട സാഹചര്യത്തിലേക്ക് ഇവർ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്തിനാണ് ഈ ജനങ്ങളെ പറ്റിക്കുന്നത്? ഇവിടെ വന്നിട്ട് MP രാജേഷ് എന്താ പറയുന്നത്? കോൺഗ്രസിനെ സഹായിക്കാൻ അല്ലെങ്കിൽ BJP-യും കോൺഗ്രസും തമ്മിൽ ഒത്തുകച്ചവടമാണെന്ന്. ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കുവോ? പണ്ടൊക്കെ ജനങ്ങളെ പറ്റിക്കരുത്. ഇവർ പറയുന്നതൊക്കെ താത്വിക അവലോകനമൊക്കെ കേട്ട് ജനങ്ങൾ മണ്ടന്മാരെ പോലെ കേട്ടിരിക്കുമായിരുന്നു. ഇന്ന് സഖാക്കന്മാർ ചൂടെടുത്ത് ഓടിക്കും. ഇമാര് വർത്തമാനം പറഞ്ഞുകൊണ്ട് സഖാക്കന്മാരുടെ വീട്ടോട്ട് നിന്ന് കഴിഞ്ഞാൽ. അതുകൊണ്ടാണല്ലോ ഇപ്പൊ ലേലുവല്ലു പറഞ്ഞ് വീട് കയറി ഇറങ്ങുന്നത്. ഞങ്ങൾ തെറ്റൊന്നും ചെയ്തില്ലേ, നിങ്ങൾ പറയൂ, ഞങ്ങൾ കേട്ടുകൊള്ളാന്ന്. അതുകൊണ്ട് ഈ രണ്ടു കൂട്ടരെയും ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. കോൺഗ്രസിന് ബദൽ CPM-ഉം അല്ല, CPM-ന് ബദൽ കോൺഗ്രസും അല്ല. ഇവിടെ BJP-യെ ബദലായി ജനങ്ങൾ കണ്ടിരിക്കുന്നു. BJP ആണ് യഥാർത്ഥ നേരിന്റെ ശക്തി. മാറാത്തത് മാറിയേ മതിയെന്ന് ജനങ്ങൾ മനസ്സിലാക്കുന്നു. ഇനി അങ്ങ് മുമ്പ് പോയ ഒരു ചോദ്യമുണ്ട്, എയിംസ് എവിടെയാണ്? ഈ എയിംസിന് സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തതെന്ന് എനിക്കറിയില്ല. 4 സ്ഥലങ്ങൾ കൊടുക്കണമെന്നുള്ളത് കേന്ദ്ര ഗവൺമെന്റിന്റെ നോംസ് ആണ്. ആ കൊടുത്തെങ്കിൽ മാത്രമേ PMSSY സ്കീം പ്രകാരം എയിംസിന് പരിഗണന കിട്ടൂ. ആകെ കിനാലൂരും വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് എയിംസ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എയിംസ് വരത്തില്ല. ചിലപ്പോൾ ജെയിംസ് സഖാവും എല്ലാം അവിടെ വന്നിട്ട് പോകുമായിരിക്കും. അല്ലാതെ മഞ്ഞക്കുറ്റി റേപ്പാതയാണ്. അല്ല, സ്ഥലം നേരത്തെ കണ്ടുപിടിക്കാതെ തന്നെ എയിംസുകളൊക്കെ അനുവദിച്ച ചരിത്രം ഇന്ത്യയിലുണ്ട്.
അതിനുശേഷം സ്ഥലം കണ്ടുപിടിച്ച് എയിംസ് വന്ന ചരിത്രമുണ്ട്. കേരളത്തിന്റെ സാഹചര്യമൊക്കെ അറിയാമല്ലോ. ഭൂമി ലഭ്യത കുറവാണ്. ഒരു സ്ഥലത്ത് സ്ഥലം കണ്ടെത്തി We already കൊടുത്തിട്ടുണ്ട്. got in principle approval for the aims. We already got in principle approval for the aims. We are waiting for the place. Right, right. നമുക്ക് ഇനി ചർച്ച വഴിമാറി പോകണ്ട. ശ്രീ നൗഷാദ് അലി, ഇന്നിപ്പോ പ്രതിപക്ഷത്തിനെതിരെ സർക്കാർ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ചർച്ചയിൽ നിന്ന് ഒളിച്ചോടുകയാണ് പ്രതിപക്ഷം. അവിടെ നിയമസഭയിൽ ഇങ്ങനെ ബഹളങ്ങൾ ഉണ്ടാക്കുന്നു, പുകിലുണ്ടാക്കുന്നു. യഥാർത്ഥത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചയിലേക്ക് പോകാൻ സർക്കാർ തയ്യാറാണ്. സർക്കാർ അതിന് പറയുന്നത് മുമ്പ് അടിയന്തര പ്രമേയം വന്ന ഘട്ടത്തിലെല്ലാം എത്രയോ ഘട്ടത്തിൽ ഈ സർക്കാരിന് റെക്കോർഡുണ്ട് ഏറ്റവും അധികം അടിയന്തര പ്രമേയം അനുവദിക്കുകയും ചർച്ചയിലേക്ക് പോവുകയും ചെയ്തു എന്നുള്ളതിൽ. അപ്പോൾ ഈ വിഷയത്തിൽ പക്ഷേ എന്തുകൊണ്ടാണ് പ്രതിപക്ഷം ചർച്ചയെ ഭയക്കുന്നത് എന്നതാണ് ചോദ്യം. അല്ല, ഹർഷന്റെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഈ BJP-ക്കാര് പാർലമെന്റിൽ ഇന്ത്യ മുന്നണിയെക്കുറിച്ച് ആക്ഷേപിക്കുന്ന, അല്ലെങ്കിൽ പ്രത്യേകിച്ച് കഴിഞ്ഞ ടൈമിൽ പാർലമെന്റിൽ നിരന്തരം ആക്ഷേപിച്ചു പോകുന്ന അതേ നെഗറ്റീവാണ് ഇപ്പോൾ CPM ആവർത്തിക്കുന്നത്. ഹർഷനും ഇവിടെ ചോദിക്കുന്നത്, നിങ്ങളൊക്കെ ചർച്ചയിൽ പങ്കെടുത്ത് ലോക്സഭാ നടപടികളിൽ ഇടപെട്ട് ഇതൊക്കെ ചെയ്ത് മുന്നോട്ട് പോകണ്ടേ, നിങ്ങളെന്തിനാ ഇതൊക്കെ ബഹിഷ്കരിച്ചു പോകുന്നത് എന്നാണ്. ഇവിടെ ചർച്ചയ്ക്ക് പ്രസക്തിയില്ലാത്ത അസന്നിഗ്ധമായ തെളിവുകളും സത്യവും ഇതൾ വിരിഞ്ഞ് നിൽക്കുന്ന, അതിനോടൊക്കെ പ്രതിലോമകരമായി മുഖം തിരിച്ച് നിൽക്കുന്ന, ഈ തരത്തിൽ അറസ്റ്റിലായ നേതാക്കളെ പോലും സംരക്ഷിക്കുന്ന തരത്തിൽ 90 ദിവസം കഴിഞ്ഞിട്ട് കുറ്റപത്രം സമർപ്പിക്കാത്ത, അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാത്ത, അച്ചടക്ക നടപടിക്ക് വിധേയമാക്കാത്ത ആളുകളോടൊക്കെ എന്ത് ചർച്ചയാണ് നടത്തേണ്ടത്? എല്ലാ വിവരങ്ങളും ഇവിടെ അനാവൃതമായി കിടക്കുന്നു. എല്ലാ വിഷയങ്ങളെക്കുറിച്ചും വളരെ വ്യക്തമായ ബോധ്യമുണ്ട്. ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ സഭയിലും ജനങ്ങളെയും അഭിമുഖീകരിച്ചുകൊണ്ട് ന്യായങ്ങളൊക്കെ നിരത്തി ഞങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. ജനകീയ കോടതിയിൽ ഏതായാലും ഞങ്ങളുടെ തട്ട് തന്നെയാണ് താഴ്ന്നു നിൽക്കുന്നത്, അതിൽ യാതൊരു തർക്കവും വേണ്ട. അതുപോലെ തന്നെ ഹർഷൻ നേരത്തെ ചോദിച്ചൊരു കാര്യത്തോട് എനിക്ക് യോജിപ്പുണ്ട്. ഇവിടെ തന്ത്രിയുടെ അളിയൻ BJP-യുടെ നേതാവാണ്, അതൊരു ബന്ധത്തിന് തെളിവല്ലേ എന്ന് ഹർഷൻ ചോദിച്ചു. ഞാനതിന് അംഗീകരിക്കുന്നു. സമാനമായ കാര്യം കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കും ബാധകമാണ്. മുഖ്യമന്ത്രിയുടെ മകളാണ് രേഖാമൂലം മാസപ്പടി വാങ്ങിക്കൊണ്ട് കേന്ദ്ര ഏജൻസികൾ SFIയുടെ ഒക്കെ അന്വേഷണ പരിധിയിൽ ഇപ്പം അന്വേഷണമൊക്കെ നേരിട്ട് മുന്നോട്ട് പോകുന്നത്. ഇവരൊക്കെ തമ്മിലുള്ള ഒത്തുകളിയുടെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ ലാവ്ലിംഗ് കേസ് പോലെ അതൊക്കെ ഇങ്ങനെ കൽപ്പാന്ത കാലത്തോളം നീണ്ടു പോകുന്നത് മറ്റൊരു കാര്യം. അപ്പൊ ഇതൊക്കെ ഈ CPM-നാണ് ആദ്യമായിട്ട് ഇത്തരത്തിലുള്ള എല്ലാ കളങ്കങ്ങളും എല്ലാ ആരോപണങ്ങളും ആദ്യമായിട്ട് ബാധകമാവുന്നത്. അവരുടെ പദാനുപദമുള്ള അവരുടെ മാതൃക പിൻപറ്റി BJP നീങ്ങുന്നു. BJP കേന്ദ്രത്തിൽ എന്താണോ നരേറ്റീവ് ഉണ്ടാക്കുന്നത്, അത് കേരളത്തിൽ ഇവർ ആ നരേറ്റീവിന് ഉപോത്ബലകമായ കാര്യങ്ങൾ ഇവിടെ അവർ നിരത്തുന്നു. ഇതൊക്കെ മനസ്സിലാവുന്ന ജനം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസദായകമായ പ്രത്യാശ നൽകുന്ന കാര്യം. ഞങ്ങൾ 10 വർഷമായി കേരളത്തിന്റെ അധികാരത്തിൽ നിന്ന് പുറത്താണ്, കേന്ദ്രത്തിൽ നിന്ന് 10-12 വർഷമായിട്ട് പുറത്താണ്. ഇവരൊക്കെയാണ് ഇത് ഭരിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം കേസുകളിലൊക്കെ ഒളിച്ചു കളിക്കുന്നത് ആരാണ്, പരസ്പരം ഒത്തുകളിക്കുന്നത് ആരാണ് എന്നുള്ളതൊക്കെ ആളുകൾക്ക് ബോധ്യമാണ്. ഞങ്ങളത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ പറയുമ്പോഴാണ് ഇത്തരത്തിലുള്ള പഴകിപ്പൊളിച്ച ഓരോ കാര്യങ്ങളുമായിട്ട് ഇവർ താണ്ഡവമാടിയ ആളുകളാണ്. അതെ, തീർച്ചയായും താങ്കൾ സൂചിപ്പിച്ചു ഈ CPIM-ന്റെ ഒരു നെറേറ്റീവ്, അതായത് ഈ ഘട്ടത്തിൽ ചർച്ചയാണ് വേണ്ടത് എന്ന് ആവർത്തിച്ച് പറയുക, പകരം ചർച്ചയ്ക്ക് പോലും സാഹചര്യമില്ലാത്ത ഒരു പരിസ്ഥിതി ഇവിടെ നിലനിൽക്കുന്നു എന്നുള്ള സാഹചര്യത്തെ മറച്ചു പിടിക്കുക എന്നതൊക്കെ ചർച്ചയ്ക്ക് അപ്പുറത്തുള്ള രാഷ്ട്രീയ ഇടപെടലും പ്രക്ഷോഭങ്ങളും ഒക്കെ തന്നെയാണ് വ്യക്തിപരമായി എനിക്കിഷ്ടം കേട്ടോ. അതുകൊണ്ട് ഞാൻ ആ കൂടെയല്ല, പക്ഷേ ആ ആവശ്യങ്ങൾ അവർ ഉന്നയിക്കുന്നുണ്ട് എന്നുള്ളത് ചൂണ്ടിക്കാട്ടുന്നത് എൻ്റെ ബാധ്യതയാണ്. എനിക്ക് സന്തോഷം തീർച്ചയായും അവിടെ ബഹളം നടക്കുന്നത് തന്നെയാണ്. അത് വേറൊരു തരത്തിൽ, അത് പലതരത്തിലാണ്. ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിലും വ്യക്തിപരമായ ഒരു രാഷ്ട്രീയത്തിന്റെ ഒരു കൂട്ടപ്പൊരിച്ചിൽ എന്ന നിലയിലും ഒക്കെ അത് കാണാൻ തന്നെയാണ് സന്തോഷം. പക്ഷേ കോടതി നിരീക്ഷണം, അതെ തീർച്ചയായും, പക്ഷേ കോടതി നിരീക്ഷണം വന്നതിന് ശേഷവും ഈ സ്വർണ്ണക്കൊള്ള എന്ന വിഷയത്തിൽ വീണ്ടും സഭയെ സ്തംഭിപ്പിക്കാനുള്ള ഇടപെടൽ നടത്തിയതിൽ പ്രതിപക്ഷം മാപ്പ് പറയണം എന്ന് P. രാജീവ് മിനിസ്റ്റർ എഴുന്നേറ്റ് നിന്ന് പറയുമ്പോൾ ആ കാര്യത്തിലും ഒരു യുക്തിയില്ലേ എന്നുള്ള സ്വാഭാവികമായി നമ്മൾ ആലോചിച്ചു പോകും.
അല്ല, നമ്മൾ ഭരണകക്ഷി മന്ത്രിക്കോ സാമാജികർക്കോ ഒക്കെ അങ്ങനെയല്ലാതെ പറയാൻ മറ്റ് വാദങ്ങൾ ഏതാ ഉള്ളത്? അതുകൊണ്ട് അതൊന്നും ഒരു സ്വാഭാവികതക്കപ്പുറമുള്ള ഒരു അസാധാരണത്വമൊന്നും അതിൽ കാണേണ്ട കാര്യമില്ല ഹർഷൻ. ഞാനിപ്പോൾ ഹർഷൻ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിയോ അല്ലെങ്കിൽ പൊതുപ്രവർത്തകനോളം ഒരു രാഷ്ട്രീയ നേതാവിനോളം ഒക്കെ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഗ്രാഹ്യമുള്ള ആൾ എന്ന നിലയിൽ ഞാനൊരു സാധ്യത ഹർഷനോട് ചോദിക്കുകയാണ്. കാരണം ഈ സ്വർണ്ണക്കൊള്ളയുടെ പേരിൽ SIT അറസ്റ്റ് ചെയ്ത പ്രതികളൊക്കെ വരിയായിട്ട് ജാമ്യം കിട്ടി പുറത്തു വരുന്നൊരു സാഹചര്യം, ആ സാഹചര്യം ഉണ്ടാകുന്നത് 90 ദിവസം കൊണ്ട് കുറ്റപത്രം സമർപ്പിച്ചില്ല എന്നുള്ളൊരു കാര്യമാണ് എന്നത് ഒരു വസ്തുതയായി നിലനിൽക്കുന്നു. അത് ജനങ്ങൾ ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്ന് ഒരു ലളിത യുക്തി കൊണ്ട് നിങ്ങൾ ചിന്തിച്ചാൽ മതി. പക്ഷേ അവിടെ CPM-നെ സംബന്ധിച്ചിടത്തോളം പിടിവള്ളിയായിട്ട് അവർ പറയുന്നത് കോടതി ഇത്തരം കേസുകളിലൊക്കെ പിന്നെ കൂടുതൽ സമയമൊക്കെ അന്വേഷണത്തിന് ആവശ്യമാണ് എന്ന് നിരീക്ഷിച്ചിട്ടുണ്ട്, കണ്ടില്ലേ കോടതി പറഞ്ഞത് എന്നുള്ളതാണ് അവർ പറയുന്നത്. അവർക്ക് അങ്ങനെ പറയാനുള്ള അവകാശമുണ്ട്, അതൊന്നും നിഷേധിക്കാൻ നമ്മൾ പോകുന്നില്ല. പക്ഷേ അത്തരത്തിലൊരു സൗജന്യം മുൻനിർത്തിക്കൊണ്ട് ഇങ്ങനെ ഈ കൊള്ളക്കാരെയൊക്കെ ഇറക്കി വിടുന്ന ഒരു സാഹചര്യം ഈ സർക്കാർ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിനോടുള്ള വലിയ കോപതാപങ്ങളൊക്കെ ഈ പറഞ്ഞ ജനാധിപത്യ വിശ്വാസികൾക്കും ഭക്തന്മാർക്കും ഉണ്ടാകും. CPM-നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നടന്ന എല്ലാ നടപടികളും സാങ്കേതികമായിട്ട് അവർക്ക് ഗ്വാ വിളിക്കാനൊക്കെ പഴുതുണ്ടെങ്കിലും ജനങ്ങളുടെ മുമ്പാകെ അവർ വീണ്ടും ശുഷ്കിക്കുകയും അവർ വീണ്ടും കറുത്തിരുളുകയുമാണ് ഉണ്ടാവുക എന്നുള്ള കാര്യത്തിൽ എന്നെ സംബന്ധിച്ചോളം തർക്കമില്ല. ആ ആംഗിളിൽ ഹർഷന് വല്ല അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ അതിന് തുടർ കാര്യങ്ങൾ ഞാൻ പറയാം. ഞാൻ ആദ്യം തുടക്കത്തിൽ തന്നെ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈ ഇന്നത്തെ ദിവസം ആരംഭിക്കുമ്പോൾ നമ്മളൊക്കെ പ്രതീക്ഷിച്ചത്, ഇന്നിപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യ ഹർജി പരിഗണിക്കുകയാണ്, അതിലൊരു വിധി ഉണ്ടാവും, മിക്കവാറും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പുറത്തുവിടാനുള്ള സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് തീർച്ചയായും സർക്കാരിനെതിരെ തന്നെ ഈ ചർച്ച ഉയരും, സ്വാഭാവികമായും ഈ ചോദ്യങ്ങളെല്ലാം ഉയരും. എന്തുകൊണ്ടാണ് 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കാത്തതെന്നുള്ള ചോദ്യം ഞാൻ തന്നെ ഉന്നയിക്കും, ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ കോടതി അതിനെ വിശദീകരിക്കുകയാണ്. അങ്ങനെ 90 ദിവസം കൊണ്ട് കുറ്റപത്രം സമർപ്പിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ കൂടി അതങ്ങനെ ആശങ്കപ്പെടേണ്ട സ്ഥിതി ഇപ്പോഴില്ല. ഈ കണ്ണികളെല്ലാം ചേർക്കേണ്ടതുണ്ട്. ഈ അന്വേഷണം ശരിയായ ദിശയിലാണ് പോകുന്നത്, SIT-യുടെ അന്വേഷണത്തിൽ വിശ്വാസമുണ്ട് എന്ന് കോടതി അംഗീകരിക്കുന്നു. സർക്കാരിൻ്റെ വാദങ്ങളെയും, അതായത് ഇതേക്കുറിച്ച് ഞങ്ങൾക്കൊന്നും അറിയുന്നില്ല എന്നുള്ള വാദങ്ങളെയും അംഗീകരിക്കുന്നു. അപ്പം നമുക്കൊരു ക്ലാരിറ്റി കിട്ടുകയാണല്ലോ. ഇപ്പം അതായത് ഇന്ന് രാവിലെ നമ്മൾ വിമർശിക്കാൻ തയ്യാറായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴേക്കും നമുക്ക് ഈ വിഷയത്തിൽ ഒരു ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. അപ്പോൾ കോടതി ഈ ഒരു ക്ലാരിറ്റി തരുമ്പോഴും അതിനെ അംഗീകരിക്കാൻ പ്രതിപക്ഷം കൂട്ടാക്കുന്നില്ല എന്നത് ഒരു കുഴപ്പമല്ലേ? അല്ല, കോടതി എന്നത് ഒരു ദൈവവാക്യമൊന്നുമല്ല, അതൊന്നും അങ്ങനെ അന്തിമമൊന്നുമല്ല. ഇതിൻ്റെ മുകളിലും കോടതികളുണ്ട്. അല്ലെങ്കിലും ഇന്നത്തെ കാലത്തെ കോടതികളെ കുറിച്ച് ഇത് ആ വിഷയം അല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഏതായാലും ഇനി കോടതി വിധി എന്നൊരു സാങ്കേതികത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് 90 ദിവസം കൊണ്ട് കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തെ ന്യായീകരിക്കാനൊക്കെ CPM ശ്രമിച്ചോട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞ അതേ വാദമാണ് ആ വിഷയത്തിൽ എനിക്ക് ആവർത്തിക്കാനുള്ളത്. പക്ഷേ ഒരു കാര്യം കൂടി നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഗൗരവതരമായിട്ട് ആലോചിക്കാൻ പറ്റും. കാരണം ഈ ഇന്ത്യ രാജ്യത്ത് 90 ദിവസം കൊണ്ട് കുറ്റപത്രം സമർപ്പിക്കണമെന്നൊരു കീഴ്വഴക്കം ഉണ്ടായത് ഇതിനു മുമ്പുള്ള നിയമ വിശാരദന്മാരും വിചക്ഷണന്മാരും ഒക്കെ കൃത്യമായിട്ട് വിലയിരുത്തിയും അപഗ്രഥിച്ചും ഒക്കെ ആയിരിക്കുമല്ലോ ഉണ്ടാക്കിയത്. അതിലുപരിയായിട്ട് സമയം കേസുകൾക്ക് വേണമെന്നൊരു അഭിപ്രായം ഈ ദേവസ്വം ബോർഡിന്റെ ബെഞ്ചിനൊക്കെ ഉണ്ടെങ്കിൽ അതൊരു വിശാല തലത്തിൽ ചർച്ചയാക്കട്ടെ. ഇതിലേറെ വലിയ കുറ്റകൃത്യങ്ങളൊക്കെ ഉണ്ടായിട്ടും 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിച്ച എത്രയോ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. കോടതിക്ക് ഇങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ ആ 90 എന്നൊരു കാലാവധി നീട്ടി ഒരു 120, 150, 180 ഒക്കെ ആക്കാനുള്ള നിയമ മാറ്റങ്ങൾ, ഭേദഗതികളെ കുറിച്ചൊക്കെ നമുക്ക് ചിന്തിക്കാവുന്നതാണ്. അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കൂടി വെളിച്ചം വീശാൻ ഉതകുന്നതാണ് ഈ കോടതി വിധി. അല്ലാതെ അത്രക്ക് സരളമായിട്ട് ലളിതമായിട്ട് ഇതിനെ പരാമർശിച്ചു പോകാൻ കഴിയില്ല. നിർഭാഗ്യകരമാണ് എന്നൊരു ഭക്തന് തോന്നുന്ന ഒരു സാഹചര്യം അത് കേരളത്തിലുണ്ട്. റൈറ്റ്. പക്ഷേ ഇന്നിപ്പോൾ ആ കോടതിയിൽ നിന്ന് നമുക്ക് സഭയിലേക്ക് തന്നെ തിരിച്ചു വന്നാൽ ഈ തർക്കം നടക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം അതാണ്. പ്രധാനപ്പെട്ട മന്ത്രിമാരടക്കം ഇന്നിപ്പോൾ 5 മന്ത്രിമാരാണ് ഒരുമിച്ച് VD സതീശനെതിരെ നിരന്നത്. അവർ പറയുന്ന പോയിന്റുകൾ എന്താണ്? എങ്ങനെയാണ് സോണിയാഗാന്ധിയുടെ വീട് ഉണ്ണികൃഷ്ണൻ പോറ്റി സന്ദർശിച്ചത്? ഈ 2 വ്യത്യസ്ത ഫോട്ടോകൾ, 2 ഘട്ടങ്ങളിലായുള്ള ഫോട്ടോകൾ വന്നു. അപ്പോൾ സ്വർണം കട്ടയാളും ഇത് വാങ്ങിയ ആളും അടക്കം സോണിയാഗാന്ധിയുടെ വസതിയിൽ എങ്ങനെ എത്തി എന്നുള്ള ചോദ്യം ആവർത്തിച്ച് ഉന്നയിക്കാൻ അവർക്ക് അവസരം കിട്ടുന്നു. സോണിയാഗാന്ധിയെ അപമാനിക്കുന്നു എന്നുള്ള വാദമുണ്ടെങ്കിൽ എന്ത് പ്രയോഗം കൊണ്ടാണ് അപമാനിച്ചതെന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ മാപ്പ് പറയാം എന്ന് പറയുന്നു.
പ്രതിപക്ഷം ചർച്ചയിൽ നിന്ന് ഒളിച്ചോടുകയാണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ അവർക്ക് ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അപ്പം മന്ത്രിമാർ തന്നെ വന്നു നിന്നുകൊണ്ട് ഇതെല്ലാം പറയുന്ന സാഹചര്യം, ഇതെല്ലാമാണ് ഇന്നത്തെ കാഴ്ച, നമ്മുടെ കാഴ്ച. പ്രതിപക്ഷ നേതാവ് അവിടെ ഒറ്റയാൾ പോരാട്ടം നടത്തുന്നുണ്ട്. അതിന് കാരണമുണ്ട് കേട്ടോ. പ്രതിപക്ഷാംഗങ്ങൾ വെല്ലിലായതുകൊണ്ട് ആ നിലയ്ക്ക് മൈക്ക് കിട്ടുന്ന സാഹചര്യമില്ല. ഇപ്പോഴത്തെ ഓർഡറിലുള്ളവർക്കാണ് മൈക്ക് കിട്ടുക എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. എങ്കിൽ കൂടി അദ്ദേഹം അവിടെ ഒറ്റയ്ക്കാണ് പോരാടുന്നത് എന്നുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. ഈ കാര്യങ്ങളെല്ലാം ഇന്ന് പറയാൻ ഭരണപക്ഷത്തിന് അവസരവും കിട്ടുന്നു. അല്ല, പ്രതിപക്ഷ നേതാവ് ഒറ്റയ്ക്ക് പോരാടി എന്നുള്ളത് കൊണ്ട് UDFന്റെ നിലപാടുകളൊക്കെ അടിവരയിട്ട് രേഖപ്പെടുത്തുന്നതിൽ എന്തെങ്കിലും പാളിച്ചയുണ്ടായിട്ടെങ്കിലും ഞാൻ അതിന് മറുപടി പറയാം. അല്ലാതെ പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ 1000 കോഴിക്ക് അരക്കാട എന്നുള്ള മട്ടിൽ 5 മന്ത്രിമാർക്ക് അര പ്രതിപക്ഷ നേതാവ് മതി എന്നുള്ളതാണ് എന്റെ നിരീക്ഷണം. അതുകൊണ്ട് അതൊന്നും വലിയൊരു വിഷയമായിട്ട് ഞാൻ കാണുന്നില്ല. പക്ഷെ സഭയ്ക്കുള്ളിൽ ഈ ഗോൾവർക്കറെ വണങ്ങി എന്നതടക്കമുള്ള പോയിന്റുകൾ മന്ത്രിമാർ എഴുന്നേറ്റ് എന്ന് പറയുകയാണല്ലോ. ഈ പഴയ ഗോൾവർക്കറെ വണങ്ങിയതടക്കമുള്ള കാര്യങ്ങൾ ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇങ്ങനെ ആളുകളിലേക്ക് എത്തിക്കാനുള്ള ഒരു വേദിയായി അവർ ഉപയോഗിക്കുകയാണെന്നേ. അല്ല, അതിന് നിയമസഭ തന്നെ ഉപയോഗിക്കണം എന്നില്ലല്ലോ. ഇതൊക്കെ പിന്നെ 101 ആവർത്തി ക്ഷീരബല പോലെ മുൻ പത്രപ്രവർത്തകന്റെ നേതൃത്വത്തിലൊക്കെ കാർഡും പിന്നെ പോസ്റ്റും ഒക്കെ ആയിട്ട് ഇവിടെ ധാരാളമായിട്ട് ഇറങ്ങുന്നുണ്ട്. AI കാർട്ടൂണുകൾ ഇറങ്ങുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് ആ കാര്യത്തിലൊക്കെ അദ്ദേഹത്തിന്റെ വിശദീകരണം പലയാവർത്തി നൽകിയതാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വളരെ വ്യക്തമായിട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആവർത്തിച്ച് പറയുക എന്നുള്ളതിന്റെ അപ്പുറത്ത് ഭരണ നേട്ടങ്ങളൊന്നും ഉയർത്തി കാണിക്കാനില്ലാത്തൊരു സർക്കാരാണല്ലോ ഇത്. അതുകൊണ്ട് അവരാ പണിയും പ്രവൃത്തിയൊക്കെ തുടർന്നുകൊണ്ടേയിരിക്കട്ടെ. VD സതീശൻ പ്രതിപക്ഷ നേതാവായിട്ട് 5 കൊല്ലമായി. അദ്ദേഹം പ്രതിപക്ഷ നേതാവായ പിറ്റേ ആഴ്ച തൊട്ട് ഇത് പറഞ്ഞു തുടങ്ങിയതാണ്. അതിനുശേഷമുള്ള ഉപതെരഞ്ഞെടുപ്പുകളും മിക്കതും കോൺഗ്രസ്സാണ്, UDF ആണ് ജയിച്ചത്. ലോക്സഭ ജയിച്ചു, ത്രിതല തെരഞ്ഞെടുപ്പ് ജയിച്ചു, ഈ പറഞ്ഞ നിയമസഭയും ജയിക്കും. എന്നിട്ടും ഇവർ പറച്ചിൽ നിർത്തുമെന്ന് ഞാൻ കരുതുന്നില്ല. അവർ പ്രതിപക്ഷ നേതാവിന് ആയുസ്സുള്ളിടത്തോളം കാലം ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും. ജനങ്ങൾ അതൊക്കെ അർഹിക്കുന്ന അവജ്ഞയോടുകൂടി മാറ്റിവെച്ചുകൊണ്ട് അവരുടെ കർമ്മം ഒക്കെ നിറവേറ്റി മുന്നോട്ട് പോവുകയും ചെയ്യും. അത്രയ്ക്കുള്ളൂ ഹർഷായത്. നിങ്ങൾ ഈ ചർച്ചയിലേക്ക് കൂടി അത് കൊണ്ടുവരാൻ കാണിച്ചൊരു ശുഷ്കാന്തി ആലോചിച്ചിട്ട് എനിക്ക് വലിയ ചിരി വരുന്നുണ്ട്. ഏതായാലും താങ്കളുടെ ഉദ്യമവും നടക്കട്ടെ. നമുക്ക് ഇതൊക്കെ കാത്തിരുന്ന് മറുപടി. ഇതെല്ലാം സഭയിൽ ഉയർന്ന വിഷയങ്ങളാണ്. സ്വാഭാവികമായിട്ട് എനിക്കൊരു അവസരം കിട്ടിയാൽ ഞാൻ അതെല്ലാം ചർച്ചയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുമല്ലോ. ആ ശുഷ്കാന്തി ഞാൻ എന്തായാലും കാണിക്കും. എന്തായാലും വളരെ അതിൽ നമുക്ക് അതിനകത്ത് എതിർപ്പൊന്നുമില്ല. അർഷനതിനുള്ള അവകാശവും സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്, CPMന്റെ നേതാക്കൾക്കുണ്ട്. നമുക്കത് മറുപടി പറയാനുള്ള അവകാശമുണ്ട്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പം BJP ബാന്ധവത്തിന്റെ കഥയൊക്കെ പറഞ്ഞാൽ ഈ ആവർത്തന വിരസമാകും. അതുകൊണ്ട് തൽക്കാലം നമുക്ക് അവിടെ അവസാനിപ്പിക്കാം. കാരണം ഇനി അവസരം ഉണ്ടാകുമല്ലോ. നേരത്തെ MB രാജേഷാണ് ആദ്യഘട്ടത്തിൽ വന്നത്, മിനിസ്റ്റർ. അദ്ദേഹം പക്ഷേ മുഴുവൻ സമയവും ഇരിക്കാൻ തയ്യാറായിരുന്നില്ല. അദ്ദേഹത്തിന് വളരെ തിരക്കുണ്ട് എന്നുള്ളതുകൊണ്ട് അദ്ദേഹം പോയി. എങ്കിലും ചില പോയിന്റുകൾ അദ്ദേഹം ഇവിടെ അവതരിപ്പിച്ചു. അതിനെ ശക്തമായി ഖണ്ഡിക്കാൻ ശ്രീ KP നൗഷാദ് അലിക്കും ജിതിൻ ദേവിനും കഴിഞ്ഞു. മൂവർക്കും നന്ദി. ഇന്ന് ന്യൂസ് മലയാളം ഓഡിയൻസ് പോളായി ഉന്നയിച്ച ചോദ്യം ഇതാണ്: സ്വർണ്ണക്കൊള്ളക്കേസിലെ ഹൈക്കോടതി നിരീക്ഷണത്തോടെ പ്രതിപക്ഷ വിമർശനങ്ങളുടെ മുനയൊടിഞ്ഞോ എന്ന്. ഈ ചർച്ച അവസാനിക്കുമ്പോൾ പ്രേക്ഷക വിധി ഇങ്ങനെയാണ്: പ്രതിപക്ഷ വിമർശനത്തിന്റെ മുനയൊടിഞ്ഞു എന്ന് ബഹുഭൂരിപക്ഷം അഭിപ്രായം പറഞ്ഞിരിക്കുന്നു. 5% പേർ മറിച്ചും അഭിപ്രായം രേഖപ്പെടുത്തി. 10% പേർക്ക് അഭിപ്രായമില്ല എന്നതുമാണ്. ഈ പോളിൽ ആ നിലയ്ക്ക് ഒരു പ്രശ്നമുണ്ട്. കൂട്ടായി ഈ പോളിനെ ഒരു ഗതിയിൽ നയിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടാവുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെയുള്ള റിസൾട്ട് കൂടി വരും എന്നുള്ളൊരു പ്രശ്നമുണ്ട്. എന്തായാലും ദേവസ്വം ബെഞ്ചിന്റെ ഇന്നത്തെ നിരീക്ഷണം സർക്കാരിന് മാത്രമല്ല SITക്ക് നൽകുന്ന ആശ്വാസം ചെറുതല്ല. ഇത്ര ദിവസവും ഈ വിഷയം ഉയർത്തിയ പ്രതിപക്ഷത്തിന്റെ വാദങ്ങളുടെ മുനയൊടിയുകയാണ് എന്ന് വേണം കരുതാൻ. കാരണം ആ നിലയ്ക്ക് ശക്തമായ നിരീക്ഷണങ്ങളൊക്കെ തന്നെയാണ് കോടതി നടത്തിയിരിക്കുന്നത്. CBI അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ച BJPയുടെ നീക്കം അത്ര നിഷ്കളങ്കമല്ല. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ തന്ത്രിയുടെ അറസ്റ്റ് മുതൽ BJPക്ക് SITക്ക് എതിരായ സമീപനമാണുള്ളത്. അതുകൊണ്ട് തന്നെ ദേവസ്വം ബെഞ്ചിന്റെ നിരീക്ഷണം പ്രതിപക്ഷത്തിനെന്ന പോലെ BJPക്കും തിരിച്ചടിയാണ്. ഹൈക്കോടതി SITക്ക് ക്ലീൻ ചിറ്റ് നൽകിയതോടെ സ്വർണ്ണക്കൊള്ള കേസിൽ പുതിയ വാദങ്ങൾ ഉയർത്താനാകും ഇനി പ്രതിപക്ഷ നീക്കം. സഭയിൽ ഉൾപ്പെടെ ഈ വിഷയത്തിൽ പ്രതിപക്ഷം എന്ത് നിലപാടാവും സ്വീകരിക്കുക എന്നറിയാൻ ഇപ്പോഴും ആകാംക്ഷ ബാക്കിയാണ്.